ഏവർക്കും പ്രണാമം. ഇന്ന് ഏവരും മഹാത്മാ അയ്യങ്കാളി യജമാനന്റെ ജന്മദിനം ആഘോഷിക്കുന്ന സുദിനമാണ്. മഹാത്മാവിന്റെ വീരപോരാട്ടത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും അത് മതിയാകില്ല. എന്നിരുന്നാലും മഹാത്മാവ് എന്നും നിരന്തരം ആവശ്യപ്പെട്ടതും പ്രയത്നിച്ചതും സ്വന്തം ജനതയുടെ ഉന്നതിക്ക് വേണ്ടിയാണ്. അതിൽ പ്രധാനമായിരുന്നു വിദ്യാഭ്യാസം. എന്നാൽ വിദ്യാഭ്യാസം മാത്രമാണോ? അല്ല. സമസ്ത മണ്ഡലങ്ങളിലും അദ്ദേഹം പ്രജാസഭയിൽ ഉന്നയിച്ച ഓരോരോ ആവശ്യങ്ങളും സ്വന്തം ജനതയുടെ മുന്നേറ്റത്തിന് വേണ്ടിയായി. അതുപോലെ തന്നെയാണ് ഹിന്ദു ധർമ്മത്തിനകത്തുള്ള പുലയർ, പറയർ തുടങ്ങുന്ന ഒട്ടനവധി ജാതി വിഭാഗങ്ങൾ നിരന്തരം മതം മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരുന്നപ്പോൾ അതിന് കാരണം സവർണ വിഭാഗങ്ങളുടെ കടുത്ത നീതി നിഷേധങ്ങളാണെന്ന് തുറന്നു പറയുന്നതിനോടൊപ്പം തന്നെ ഈ മതപരിവർത്തനത്തെ നിരന്തരം എങ്ങനെ ചെറുക്കാം എന്നുള്ളതായിരുന്നു മഹാത്മാവിന്റെ വീക്ഷണങ്ങളും പ്രയത്നങ്ങളും. അപ്പോൾ ഈ ധർമ്മത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ ധർമ്മത്തിലെ അനീതികളെ ചൂണ്ടിക്കാണിക്കുകയും എന്നാൽ അധാർമികമായ പ്രവർത്തനങ്ങൾക്ക് സന്ധിയില്ലാതെ പോരാടുകയും ചെയ്ത് രാജവീതിയിലൂടെ നടക്കാൻ അവിടുത്തെ അവർണർക്ക് എല്ലാവിധ അധികാരങ്ങളും അന്നത്തെ രാജ സർക്കാർ അല്ലെങ്കിൽ രാജ സംവിധാനം ഏർപ്പെടുത്തിയിട്ടും ചില മേലാളന്മാർ അംഗീകരിക്കാതിരുന്ന് വഴി നടക്കുന്നവനെ കയറി മർദ്ദിക്കുമ്പോൾ അവരുടെ മുന്നിലൂടെ വില്ലുവണ്ടിയുമായി നടന്നുപോയ ആ വീര വിപ്ലവകാരിയുടെ ആ ഒരു ഓർമ്മ അല്ലെങ്കിൽ ആ ഒരു ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ അദ്ദേഹം എന്താണോ, ആർക്ക് വേണ്ടിയാണോ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച് പ്രവർത്തിച്ച് എന്ന ആ സമൂഹത്തിന് ഇന്നത്തെ രാഷ്ട്രം ഭരിക്കുന്ന മൂന്നാം മോദി സർക്കാർ എന്തെല്ലാമാണ് ഈ ഒരു സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്ന് നമ്മൾ ചർച്ച അല്ലെങ്കിൽ അഭിമുഖം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ നമ്മളോടൊപ്പം പങ്കുചേരുന്നത് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് BJP സ്റ്റേറ്റ് കൗൺസിൽ മെമ്പർ ആയിരിക്കുന്ന വെങ്ങാനൂർ ഗോപകുമാർജിയാണ്. അപ്പൊ അദ്ദേഹത്തെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗോപകുമാർജി, അങ്ങേക്ക് നമസ്കാരം. സ്വാഗതം. നമസ്കാരം. നമസ്കാരം. എന്തായാലും ഒന്നാം മോദി സർക്കാർ, രണ്ടാം മോദി സർക്കാർ, മൂന്നാം മോദി സർക്കാർ അങ്ങനെ എത്തി നിൽക്കണം. മോദിജിയെ പരാജയപ്പെടുത്താൻ ആർക്കും ആകില്ല എന്ന് തെളിയിക്കും വിധം ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം വഹിക്കുന്ന മൂന്നാം മോദി സർക്കാർ വരുമ്പോൾ നമ്മൾ സ്വതവേ ഈ സമൂഹത്തിൽ നിരന്തരം കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ മോദി എന്ന് പറയുന്നത് ഒരു ദലിത് വിരോധിയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ അവർണ സമൂഹങ്ങൾക്ക് എതിരാണ്, ബ്രാഹ്മണിസമാണ്, മനുസ്മൃതിയാണ് നിരന്തരം ഓപ്പോസിറ്റ്, ഈ BJPയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ പറയുന്നത് നമ്മൾ നിരന്തരം കേൾക്കുകയാണ്. നമ്മൾ ആദ്യം തന്നെ ഗോപകുമാർജിയോട് പറയുകയാണ്, നമ്മളൊരു രാഷ്ട്രീയക്കാരനല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ചേർന്ന് നിൽക്കുന്ന ആളല്ല, എല്ലാവരും നന്മകളെ നമുക്ക് ഇഷ്ടമാണ്, നന്മകൾക്കൊപ്പമാണ് നിലകൊള്ളുന്നത്. എന്നിരുന്നാൽ പോലും ഈ ഒരു ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ, അത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങയോട് നമുക്കൊരു BJP പ്രതിനിധി കൂടിയായി അങ്ങയോട് നമുക്ക് ചോദിക്കാനുള്ളത്, മോദിജി, മോദി സർക്കാർ എന്ന് പറയുന്നത് ദലിത് വിരോധികളാണോ, ദലിത് വിരോധം വെച്ചിട്ടാണോ പ്രവർത്തിക്കുന്നത്? എന്താണ് അങ്ങേക്ക് അതിനോട് ആദ്യം എന്ന് പറയാനുള്ളത്? അദ്ദേഹത്തിന്റെ കഴിഞ്ഞ 10 വർഷത്തെ ഈ രാജ്യത്ത് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, മാറ്റങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാകും, ഇന്ത്യയിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്നായി കണ്ടുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാടുമായിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രാഥമികമായി പറയുമ്പോൾ അദ്ദേഹം ഒരിക്കലും ഒരു ബ്രാഹ്മണ ഗോപകുമാർജിയുടെ നെറ്റ് പ്രോബ്ലം ആണെന്ന് കരുതുന്നു. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അദ്ദേഹം നമ്മുടെ ചോദ്യത്തിന് വളരെ വ്യക്തമായുള്ള മറുപടിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ക്ഷമയോടുകൂടി കാത്തിരിക്കാം, അദ്ദേഹത്തിന് അത് കേൾക്കാം. പലപ്പോഴും ഏത് സർക്കാരാണെങ്കിലും, ഇപ്പൊ കേരള സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും ഓരോ സർക്കാരുകൾക്ക് നേരെയും ഓരോ ആരോപണങ്ങൾ ഉണ്ടാകും. ആ ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നത് അവർ തന്നെയാണ്. അത് അങ്ങയുടെ വാക്കുകൾ കട്ടായിരുന്നു, റേഞ്ചിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ട്.
അങ്ങ് മോദി സർക്കാരിന്റെ മഹത്വം പറയാൻ തുടങ്ങിയപ്പോഴേ അത് കട്ടായി പോയി. അതുകൊണ്ട് അങ്ങ് അവിടുന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം നമുക്ക് പറയാനുള്ളത്. റേഞ്ചിന്റെ അദ്ദേഹം ഒരു ബ്രാഹ്മണ ജന്മം കൊണ്ട് ഒരു ബ്രാഹ്മണനല്ല, ഏറ്റവും പിന്നോക്കമായിട്ടുള്ള ഒരു സമുദായത്തിൽ പറഞ്ഞയാളാണ്. അദ്ദേഹം പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ് രണ്ട് ട്രൈബ് വിഭാഗത്തിൽ നിന്നും അതേപോലെ തന്നെ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള 2 പേരെ ഇന്ത്യയുടെ പ്രസിഡന്റായി. അപ്പോ അത് തന്നെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ. പാർശ്വവൽക്കരിക്കപ്പെട്ട മുഴുവൻ സമൂഹത്തെയും ഈ രാജ്യത്തോട് ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഉദാഹരണം, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഒരു ബ്രാഹ്മണനെ അല്ലല്ലോ വരുത്തിയത്. കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലുള്ള എല്ലാവരും ഒന്നാണ്. അന്ത്യോദയ പദ്ധതിയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് സമൂഹത്തിൽ ഏറ്റവും താഴെത്തട്ടിൽ സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്നവരെ കൈപിടിച്ചുയർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് അന്ത്യോദയ പദ്ധതി. ആ പദ്ധതിയാണ് ഇന്ന് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികൾക്കും ഏറ്റവും പിന്നോക്ക തലത്തിൽ സാമൂഹികമായി നിൽക്കുന്നവരെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയിട്ടുള്ള ഓരോ സ്റ്റെപ്പുകളും നമുക്ക് കാണാൻ കഴിയും. നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആ മേഖലയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അംബേദ്കർക്ക് ഏറ്റവും കൂടുതൽ ഡോക്ടർ അംബേദ്കർക്ക് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുത്തിട്ടുള്ളത് നരേന്ദ്രമോദി സർക്കാരിന്റെ സമയത്താണ്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് കൃത്യമായ രീതിയിൽ എല്ലാവരെയും ഒന്നായി എല്ലാവർക്കും തുല്യനീതി, ആരോടുമില്ല പ്രീണനം. ഹിന്ദു ആയിരുന്നാലും ക്രിസ്ത്യാനി ആയിരുന്നാലും മുസ്ലിം ആയിരുന്നാലും അല്ലെങ്കിൽ ഏത് വിഭാഗത്തിലുള്ളവരായിരുന്നാലും അവർ ഇന്ത്യക്കാരാണ്. രാഷ്ട്രമാണ് ഒന്നാമത്, പാർട്ടി രണ്ടാമതാണ്. അപ്പൊ ഈ രാജ്യത്തിലെ ജനങ്ങള് അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത സമയത്ത് അദ്ദേഹം പറയുന്നത് ഈ രാജ്യത്തിലുള്ള എല്ലാവരും ഒന്നാണ്. ആ കാഴ്ചപ്പാടുമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയിട്ടുള്ളത്. അത് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന്റെ ഐഡിയോളജിയും അത് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഇന്ത്യയുടെ പ്രസിഡന്റായിട്ട് പ്രസ്ഥാനത്തിന്റെ ഐഡിയോളജി നടപ്പിലാക്കിയതാണ്. ഇന്ത്യയിലുള്ള എല്ലാവരും ഒന്നാണ്. അവരെ ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ വേർതിരിച്ചു നിർത്താൻ പാടില്ല. മുസ്ലിം ആയിരുന്നാലും അവരെ മാറ്റി, അവർ ഇന്ത്യക്കാരാണ്. APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന ലോകം ആരാധിക്കുന്ന ഒരു മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട അദ്ദേഹത്തെ ഒരിക്കലും അങ്ങനെ ഒരു മൈനോറിറ്റി എന്നൊന്നും പറഞ്ഞ് അവരെ കളയാൻ പറ്റില്ല. രാജ്യത്തിലെ ഏറ്റവും വിലപ്പെട്ട സംഭാവന ചെയ്ത് അദ്ദേഹത്തെ കഴിവ് മാനിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആക്കി. അത് ആ ഐഡിയോളജിയാണ്. അടുത്ത് ഇപ്പോ കഴിഞ്ഞ 2 ടേമായിട്ട് കാണുന്നത് രാംനാഥ് കോവിന്ദ്ജിയും അതേപോലെ തന്നെ ദ്രൗപദി മുർമു, രണ്ടുപേരും 2 വിഭാഗങ്ങളിൽ നിന്നാണ്. ഒന്ന് പട്ടിക വർഗ വിഭാഗത്തിൽ, അല്ലെങ്കിൽ മറ്റൊന്ന് പട്ടിക. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പത്രങ്ങൾ പറഞ്ഞു മാത്രമേ അറിയാവൂ ഇവരുടെ ജാതി എന്താണെന്ന്. ഞങ്ങളത് ചിന്തിക്കാറില്ല. കാരണം നമ്മുടെ പ്രസ്ഥാനത്തിന്റെ രീതി അതാണ്. ജാതി നമ്മൾ ചോദിക്കാറില്ല. ശാഖയില് വന്ന് കളിച്ചു വളർന്ന് അവിടെ ഒരു ഘട്ടത്തിൽ പോലും ജാതി ചോദിക്കാൻ കിട്ടില്ല. കാരണം പ്രചാരകഷിപ്പിൽ വരുന്നവര് ചിലപ്പോ എല്ലാ വിഭാഗത്തിലുള്ളവരാണ്. പക്ഷെ അവരെല്ലാം അവരുടെ ജാതി ചോദിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു മാനസിക അടുപ്പമാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അകത്തുള്ളത്. അതുകൊണ്ട് പത്രങ്ങൾ പറഞ്ഞാണ് നമ്മൾ അറിയുന്നത്. അല്ലെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ രാംനാഥ്ജി അദ്ദേഹം ചിലപ്പോ രാംനാഥ് എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോ ഞാനും വിചാരിക്കുമായിരുന്നു ബ്രാഹ്മണനാണ്. ദ്രൗപദി എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ചിലപ്പോ നമ്മൾ ധരിക്കും ബ്രാഹ്മണിക്കൽ ഇതിൽ നിന്ന് വന്ന ആളാണെന്ന് ജന്മം കൊണ്ട്. പക്ഷെ കർമ്മം കൊണ്ട് അവരെല്ലാവരും തന്നെ ഔന്നിത്യം പ്രാപിച്ചിട്ടുള്ളവർ. അവരുടെ പ്രവർത്തന പന്ഥാവ്, അതായത് ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ പണ്ഡിതനായിരിക്കണമെന്നാണല്ലോ. അത് ജന്മം കൊണ്ട് ബ്രാഹ്മണനാവൂലല്ലോ. അപ്പൊ കർമ്മം കൊണ്ട് ഇപ്പോ ദ്രൗപദി മുർമു അവർ അധ്യാപക പാണ്ഡിത്യം ഏറ്റവും കൂടുതലുള്ള രാംനാഥ്ജി പാണ്ഡിത്യത്തിന്റെ ഏറ്റവും മകുടമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ കഴിവുള്ള ആളുകൾ ഏത് വിഭാഗത്തിൽ നിന്നായിരുന്നു അവരെ കൈപിടിച്ചുയർത്തി മുഖ്യധാരയിലേക്ക് എല്ലാ മേഖലയിലും. ഇപ്പോ പാർട്ടിയിൽ തന്നെ BJP കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി,
പ്രത്യേകമായിട്ട് തന്നെ പാർട്ടിക്കകത്ത് ആദ്യമായിട്ട് ഇന്ത്യയിൽ ദേശീയ തലം മുതൽ ബൂത്ത് തലം വരെ എന്താ പട്ടികജാതി വർഗ വിഭാഗത്തിലുള്ള ആളുകൾ നിർബന്ധമായിട്ടും എല്ലാ കമ്മിറ്റികളിലും 10 ഭാരവാഹികൾ എടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അഖിലേന്ത്യാ കമ്മിറ്റിയിൽ 10 ഭാരവാഹികളുണ്ട്, ഒരാൾ നിർബന്ധമായിട്ടും എന്താണ് ഈ വിഭാഗത്തിൽ നിന്നായിരിക്കണമെന്ന് ഭരണഘടനയിൽ തന്നെ BJP എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഐഡിയോളജിയിൽ നിന്ന് 1 ഇഞ്ച് പോലും വ്യതിചലിക്കാൻ പറ്റില്ല. പക്ഷെ രാഷ്ട്രീയമായിട്ടുള്ള എതിരിന്റെ പേരിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങളെല്ലാം തമസ്കരിച്ച് ഇതൊരു ബ്രാഹ്മണിക്കൽ കൾച്ചർ ആണെന്ന് വരുത്തിയെടുത്തി. എന്നിട്ട് നരേന്ദ്രമോദി അദ്ദേഹം എന്താണ് ഒരു ദളിത് വിരോധിയാണോ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഇന്ന് ഒരു വിഭാഗം ആൾക്കാരുടെ ഇടയിലുള്ള ഒരു ടേസ്റ്റ് ആയിട്ട്, അതായത് എന്താ ചില പ്രത്യേക തലത്തിലുള്ള മാനസിക നിലയിലുള്ള രാഷ്ട്രീയ ആൾക്കാരാണ് ആ രീതിയിൽ പറഞ്ഞു പോയത്. കൂടുതലും അതിൽ എനിക്ക് എടുത്തു പറയാൻ പറ്റുന്ന, രാഷ്ട്രീയം പറയുന്നില്ല എങ്കിൽ പോലും പറയാൻ പാടില്ല, നമ്മുടെ ബാബാജിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ടുള്ള അതിർവരമ്പുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ചിന്താധാരയും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിനെ ഈ നാട്ടുകാരനായിട്ടുള്ള നമ്മുടെ എല്ലാം തന്നെ ധാരാളം സുഹൃത്തുക്കൾ, അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള വലിയൊരു ഡോക്ടർ IPS ആയിരുന്ന ശശീന്ദ്രൻ സാർ ഉൾപ്പെടെയുള്ളവര് അവിടെ നിന്ന് ഞങ്ങളോടൊപ്പം BJP-യോടൊപ്പം പ്രവർത്തിച്ചു വന്നു. അദ്ദേഹത്തിന്റെ ചെറുമകനാണ്, മഹാത്മാ അയ്യങ്കാളിയുടെ ചെറുമകനാണ് സ്വർഗീയ ശശീന്ദ്രൻ സാർ IPS. അദ്ദേഹമെല്ലാം നമ്മുടെ സ്ഥലത്ത് BJP-യുടെ യോഗങ്ങളിൽ വന്ന് പരസ്യമായിട്ട് യോഗങ്ങളിൽ പ്രസംഗിച്ച് ആ കുടുംബത്തിൽ ഇന്ന് പലരും മരണപ്പെട്ടു പോയി. ആ കാലഘട്ടത്തിലുള്ളത് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന അവരെല്ലാവരും തന്നെ BJP-ക്ക് അനുകൂലമായിട്ട് അന്ന് നരേന്ദ്രമോദിയല്ല, വാജ്പേയിയൊക്കെ അവരുടെ പാർട്ടിക്ക് അനുകൂലമായിട്ട് ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ സുവർണ ജൂബിലി ആ ഭാഗത്ത് നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള 90% മുൻനിരയിൽ നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ അതിന്റെ മുന്നിൽ സംഘപ്രസ്ഥാനത്തോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് അതിനുശേഷമാണ് അവിടെ ഇന്നിപ്പോ കാണുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഇത് ഭൗതിക അവശിഷ്ടം നിമഞ്ജനം ചെയ്തിട്ടുള്ള അവിടെ ഇന്ന് പാഞ്ചജന്യം എന്നുള്ള പേരിൽ ഒരു സ്മൃതി മണ്ഡപം, പണ്ട് ചിത്രകൂടം എന്ന് പറഞ്ഞു, പിന്നെ അത് പാഞ്ചജന്യം എന്നുള്ള പേരൊക്കെ മാറ്റുന്നത് അതിനുശേഷമാണ്. അതില് ആ പേര് ഞാൻ മനസ്സിലാക്കുന്നത് കുമ്മനം രാജേട്ടനുമായിട്ടുള്ള ഒരു ബന്ധം, അദ്ദേഹം അവിടെ നിരന്തരം ഇവരുടെ എല്ലാ ഭവനങ്ങളിലും പോയിട്ട് അവിടെ സ്ഥിരം ഭക്ഷണം കഴിച്ച് പോകുന്ന ആളായിരുന്നു. അദ്ദേഹം സംഘപ്രചാരകമാണ്. അദ്ദേഹം ഒക്കെ ഒരുമിച്ചിരിക്കുന്ന ഒരു വേദിയിലായിരുന്നു ഈ പേര് തീരുമാനിച്ചു എന്നാണ് സുരേന്ദ്ര സാറൊക്കെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോ ഇന്ന് മഹാത്മാ അയ്യങ്കാളിയുടെ ജയന്തിയാണ്. രാവിലെ അവിടെ സ്മൃതി മണ്ഡപത്തിൽ പാഞ്ചജന്യത്തിൽ വന്നിട്ട് നമ്മുടെ മുൻ കേന്ദ്രമന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ഇന്ന് പുഷ്പാർച്ചന നടത്താൻ വന്നിരുന്നു. നമ്മുടെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ജനൻ TV ഇന്നലെ അവിടെ വന്നിട്ട് ഇതിന്റെ ഒരു പാട്ടെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് ആ കാര്യങ്ങൾ ചെയ്തിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സംഗതി, മുന്നോക്ക സമുദായത്തിലുള്ള എല്ലാവരും മഹാത്മാ അയ്യങ്കാളിക്കെതിരായി. വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ല, ക്ഷേത്രത്തിൽ പോകാൻ സ്വാതന്ത്ര്യമില്ല, വിദ്യ അഭ്യസിക്കാൻ സ്വാതന്ത്ര്യമില്ല. ഈ കാലഘട്ടത്തിൽ അദ്ദേഹം വെങ്ങാനൂരുള്ള നീലകേശി അമ്പലത്തിൽ അദ്ദേഹത്തിന് വരാൻ കഴിയുമായിരുന്നു. ചിലപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കഴിയില്ല. അത് നേരത്തെ ബാബാജി പറഞ്ഞ പോലെ അദ്ദേഹം മതപരിവർത്തനത്തിന് ശക്തമായിട്ട് ചെറുത്തുനിൽപ്പ് നടത്തി. അത് ഇവിടെയുള്ള ദേവിയുടെ ആ ഒരു ബന്ധമാണെന്നും എപ്പോഴും അദ്ദേഹം അമ്പലത്തിലെ ചന്ദനം അവിടെ നമ്മുടെ ഈ അമ്പലത്തില് നായർ സമുദായത്തിലുള്ളവരാണ് ഭരണാധികാരികളെങ്കിലും പൂജാരി പിന്നോക്ക സമുദായത്തിലുള്ള ആളാണ്. അപ്പോൾ അവിടെ എല്ലാവർക്കും വരാനും ആരാധിക്കാനും ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനോടൊപ്പം തന്നെ വലിയൊരു വിഭാഗം മുന്നോക്ക സമുദായത്തിലുള്ളവർ ഇദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത്. അദ്ദേഹം സ്കൂള് സ്ഥാപിക്കുന്നുണ്ട്. സ്കൂള് സ്ഥാപിക്കുന്ന സമയത്ത് ഒരു വിഭാഗം അതിനെ കത്തിക്കുന്നു. ആ സമയത്ത് അവിടെ ഹെഡ് മാസ്റ്ററായിട്ട് വരുന്ന പെരുന്താന്നി എന്നുള്ള ഒരു മുന്നോക്ക സമുദായത്തിലുള്ള ആളായി. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ മതപരിവർത്തനത്തിന് ശക്തമായിട്ട് ബാബാജി അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഒരു വാക്ക് പറഞ്ഞു സൂചിപ്പിച്ചു പോകും. തത്തമംഗലത്തു നിന്നുള്ള രാമനാഥ മേനോൻ എന്ന് പറയുന്ന സദാനന്ദ സ്വാമികളുടെ വലിയൊരു പങ്കാളിത്തം അദ്ദേഹത്തെ കൈപിടിച്ചുയർത്തി മുഖ്യധാരയിലോട്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ നെളിഞ്ഞു നിന്ന് ആത്മാഭിമാനത്തോടു കൂടിയിട്ട് വർത്തമാനം പറയാൻ ഉള്ള ധൈര്യം പകർന്നു. അത് ആത്മീയതയിൽ കൂടെ ആയിരുന്നു എന്നാണ് മനസ്സിലാക്കി. കാരണം
കാളഹസ്തീശ്വര വിലാസം ശിവക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് ഒരു 5 കിലോമീറ്റർ അപ്പുറം സദാനന്ദ സ്വാമികൾ ഒരു പ്രതിഷ്ഠ നടത്തി പുലയ സമുദായത്തിലുള്ള ഒരാളിന് തന്നെ പരമശിവൻ എന്നുള്ള പേരും കൊടുത്തുകൊണ്ട് അവിടെ പൂജാരിയായിട്ട് നിയമിച്ചു. ഇപ്പോഴത് ബ്രാഹ്മണിക്കൽ കൾട്ടിലോട്ട് പോയിട്ടുണ്ട്, അന്നതായിരുന്നില്ല. എന്നിട്ട് എല്ലാ സ്ഥലത്തും ഭജൻ സംഘം, അതായത് എല്ലാ ശനിയാഴ്ച തോറും ഒരുമിച്ച് വന്നിരുന്നിട്ട് ഭജന പാടുക. കോടതി ഉണ്ടായിരുന്നു അവിടെ, തർക്കങ്ങളെല്ലാം അവിടെ പരിഹരിക്കുമായിരുന്നു. പിന്നെ ഒരു വിഭാഗത്തിന്റെ തീർപ്പ് അന്നുള്ളത് പോലെ തന്നെ ഇന്നും ഉണ്ട് എന്നുള്ളത്. ജാതീയമായിട്ടുള്ള അതിർവരമ്പുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഇന്നും പ്രവർത്തിക്കുന്ന പലരെയും നമുക്ക് കാണാൻ കഴിയുന്നു. അത് സമൂഹത്തിൽ ഒരിക്കലും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയാത്ത രീതിയിൽ യാഥാസ്ഥിതിക മനസ്സുള്ള ഒരു വിഭാഗം ഇന്നും നമുക്ക് എല്ലാ തലത്തിലും കാണാൻ കഴിയുന്നു. അപ്പൊ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനത്തിൽ ഈ രീതി ഒരു ചർച്ച വെച്ചത് വളരെയധികം യദൃച്ഛയായിട്ട് വന്നതാവാം, വേറൊരു ദിവസമാണ് പറഞ്ഞത്. പക്ഷെ എങ്കിൽ പോലും ഇന്ന് രാവിലെ ഞാൻ ആ പുഷ്പാർച്ചന ചെയ്യുന്ന സമയത്ത് അപ്പോഴാണ് മനസ്സിൽ ഓർത്തത്, ഇന്നാണല്ലോ നമ്മുടെ പരിപാടി, അത് എങ്ങനെ അത് സംഭവിച്ചു എന്നുള്ളത്. കാരണം അദ്ദേഹം ഒരു ആത്മീയവാദിയായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ബ്രാഹ്മണിക്കൽ കൾട്ടിലായിരുന്നില്ല. അത് കേരളത്തിലെ പൊതു സമൂഹവും ഒരു കാലഘട്ടം വരെ അങ്ങനെ ആയിരുന്നു. അവരവരുടെ സമുദായങ്ങൾക്കനുസരിച്ചിട്ടുള്ള ആരാധനാക്രമങ്ങൾ. നമ്മുടെ അമ്പലത്തിലൂടെ ചുവന്ന പട്ട് ധരിച്ചുകൊണ്ടാണ് ദേവിക്ക് പൂജ ചെയ്യുന്നത്. ഉത്സവങ്ങൾ നടക്കുമ്പോഴെല്ലാം തന്നെ ചുവപ്പ് പട്ട് ധരിച്ചുകൊണ്ടാണ്. അവിടെ കൊടിമരത്തിൽ ചെയ്യുന്നതെല്ലാം തന്നെ വിവിധ വർണ്ണങ്ങളിലുള്ള, അതായത് പഴയ നമ്മുടെ ഒരു ദ്രവീഡിയൻ കൾട്ടർ ഉണ്ടല്ലോ ആരാധനയുടെ, അതും ഹൈന്ദവം തന്നെ. ബ്രാഹ്മണിക്കൽ ചെയ്യുന്നതും ഹൈന്ദവം തന്നെ. പക്ഷെ പലപ്പോഴും ഈ നമ്മുടെ ട്രഡീഷണൽ സംഗതിയെ മാറ്റിമറിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിൽ ഒരു ഈ പറഞ്ഞതുപോലെയുള്ള താന്ത്രിക രീതിയിലോട്ട് കവളാചാരവും മറ്റ് സംഗതികളും നമ്മുടെ ട്രഡീഷണൽ സംഗതികളെ മാറ്റിക്കൊണ്ട് ഏറ്റവും ശക്തിയും കരുത്തുമുള്ളത് നമ്മുടെ ഈ സംഗതിക്ക് തന്നെയാണ്. കാരണം ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. എങ്കിൽ പോലും ഇതിലെല്ലാം കാര്യമായിട്ട് പ്രവർത്തിക്കുകയും വിശ്വസിക്കുകയും ഹൈന്ദവ സമുദായത്തെ എല്ലാവരും ഒരുമിച്ച് പോകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു വലിയ ഒരു നവോത്ഥാനമാണ് മഹാത്മാ അയ്യങ്കാളി നമ്മുടെ കേരളത്തിൽ നടത്തിയത്. അത് വെറും ഒരു പുലയ സമുദായത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല. മുന്നോക്ക സമുദായത്തിൽ വളരെ പിന്നോക്കത്തിൽ നിന്ന് അവരെയെല്ലാം തന്നെ കൂട്ടിക്കൊണ്ടുവരുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പല ഘട്ടം. അല്ലെങ്കിൽ അവിടെ സ്കൂളിൽ അദ്ദേഹം സ്ഥാപിച്ച സ്കൂളിൽ വേറൊരാളുടെ കൊണ്ടുവരേണ്ട കാര്യം. അപ്പൊ എന്താണ് അവിടെ ഒരു സാമൂഹ്യ സമരസത കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹം പരിശ്രമിച്ചു. അതിന് ഭജൻ സംഘങ്ങള്, ക്ഷേത്രങ്ങള്, പിന്നെ ആത്മീയമായിട്ടുള്ള മാർഗങ്ങള്, സാൾവേഷൻ ആർമി അവിടെ അദ്ദേഹത്തിന്റെ ഇപ്പോ ഭൗതിക ശരീരം നിമഞ്ജനം ചെയ്തിട്ടുള്ള അവിടെ ഒരു ചർച്ച കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചപ്പോ അവിടെ അതിനു വേണ്ടിയിട്ടുള്ള ബേസ്മെന്റ് വിട്ടത്. പക്ഷെ അതിനെ ശക്തമായിട്ട് അദ്ദേഹം എതിർത്തു വന്നു. പിന്നീട് പലപ്പോഴും പല പല രീതിയിലോട്ട് ഇന്നും ഈ വിഭാഗത്തിൽ ഹിന്ദു സമുദായത്തിൽ അല്ലെങ്കിൽ ഹിന്ദു ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കുന്നുവെങ്കിൽ അതിനുള്ള ഒരു പ്രധാന കാരണം മഹാത്മാ അയ്യങ്കാളിയുടെ കേരളത്തിലെ പ്രവർത്തനം. അതുകൊണ്ട് ഒരിക്കലും പിന്നെ അതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒരു സംഗതി ഉള്ളത്, അദ്ദേഹത്തിന്റെ വെങ്ങാനൂര് കേന്ദ്രീകരിച്ച് വലിയ ഒരു പ്രോജക്റ്റ് കേന്ദ്ര സർക്കാർ കൊടുത്തു. ഇവിടെ ഒരു സ്കൂളുണ്ട് ഇപ്പോൾ. ആ സ്കൂളും 5 ഏക്കർ ഭൂമി വാങ്ങി 37 കോടി രൂപയുടെ ഒരു വലിയ സാംസ്കാരിക സമുച്ചയം അതിനു വേണ്ടിയിട്ട് ഉള്ള പ്രോജക്റ്റ് അപ്രൂവൽ ചെയ്ത് കൊടുത്തതായിരുന്നു. പക്ഷെ അവിടെ ഉണ്ടായിട്ടുള്ള അറിയാമായിരിക്കുമല്ലോ 2-3 സംഘടനകൾ തങ്ങളിലുള്ള വിഷയം. അപ്പോ അത് അത് കളക്ടറായിരുന്നു നടപ്പാക്കേണ്ടിയിരുന്നത്. പക്ഷെ അതിൽ അവസാനം ഇപ്പോഴും അത് ക്യാൻസൽ ആയിട്ടില്ല. പക്ഷെ 4-5 സംഘടനകൾ ഇന്നിപ്പോ പാഞ്ചേരിയിരിക്കുന്ന സാധുജന പരിപാലന സംഘത്തിന്റെ ഇതിൽ, സ്കൂളിരിക്കുന്നത് KPMS ഒരു വിഭാഗത്തിന്റെ കയ്യിൽ, അങ്ങനെയൊക്കെയുള്ള. പക്ഷെ ഇതൊക്കെ നമുക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യം. എങ്ങനെ നാടില് വലിയൊരു സാമൂഹിക പരിവർത്തനം, സാമ്പത്തിക പരിവർത്തനം, അങ്ങനെ ഒരു വലിയ ഒരു തീർത്ഥാടന കേന്ദ്രം, വലിയ മ്യൂസിയം ഒക്കെ പറഞ്ഞിരുന്നു. ഞാൻ ആ പ്രോജക്റ്റ് കണ്ടതാണ്. പക്ഷെ ഇതുവരെ നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്ന്. അത് നമ്മുടെ എല്ലാവരുടെയും ഒരു നഷ്ടമായിട്ടും, വിശേഷിച്ചും
വെങ്ങാനൂരിന്റെ സമഗ്രമായിട്ടുള്ള ലോകം മുഴുവൻ അറിയപ്പെടേണ്ട വലിയൊരു തീർത്ഥാടന കേന്ദ്രം അത് നമുക്ക് നഷ്ടപ്പെട്ടുമോ എന്നുള്ള ഒരു ഭയമാണ് ഇന്നുള്ളത്. നരേന്ദ്രമോദി സർക്കാർ 37.5 കോടി രൂപയുടെ പ്രോജക്റ്റ് ആയിരുന്നു അന്ന് അനുവദിച്ചു കൊടുത്തത്. അത് ഇദ്ദേഹത്തിന്റെ മിടുക്കായിരുന്നു. നമ്മുടെ മന്ത്രിയായിരുന്ന LDF നിന്ന് വന്ന IAS ഞാൻ പേര് പെട്ടെന്ന് വിട്ടുപോയി. നമ്മുടെ മന്ത്രി, കേന്ദ്ര ക്രിസ്ത്യൻ മന്ത്രിയായിരുന്ന IAS CPM-ൽ MLA ആയിരുന്നു. നമുക്ക് എന്തായാലും ഇവരുമായിട്ടൊന്നും വലിയ ഐഡിയ ഇല്ല, അങ്ങ് പറഞ്ഞു പോയാൽ മതി. അപ്പോഴോ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോഴായിരുന്നു ഈ സംഗതി പ്രോജക്റ്റ് അപ്രൂവലായി വന്നത്. അപ്പോ ഭാവിയിൽ നമുക്കത് നിങ്ങളുടെ ജോർജ് ഭാവിയിൽ അല്ലല്ല ജോർജ് കുര്യൻ അല്ല, അതിന് മുന്നേ ഇരുന്ന IAS നല്ല വ്യക്തമായിട്ട് CPM-ന്റെ MLA ആയിരുന്നു. പിന്നീടാണ് BJP ചേർന്നു. ഇപ്പൊ അദ്ദേഹം നാഷണൽ എക്സിക്യൂട്ടീവിലെ അംഗമാണ്. ഞാൻ പെട്ടെന്ന് പേര് ഇടയ്ക്ക് ഞാൻ ഓർമ്മിക്കുമ്പോൾ അത് പറയാം. അപ്പോ നരേന്ദ്രമോദി സർക്കാർ ഒരിക്കലും ദളിത് വിഭാഗത്തിനെതിരല്ല, പാർശ്വവൽക്കരിക്കപ്പെട്ട മുഴുവൻ വിഭാഗത്തെയും ചേർത്ത് നിർത്തി രാഷ്ട്രത്തിന്റെ മുഖ്യധാരയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പരിശ്രമിച്ചിട്ടുള്ളത്. തീർച്ചയായും എന്തായാലും ചോദിക്കാതെ തന്നെ അങ്ങ് ഇന്നത്തെ ഒരു സുദിനത്തിന്റെ സവിശേഷതയും അയ്യങ്കാളി യജമാന്റെ മഹത്വത്തെയും കുറിച്ച് പറഞ്ഞു. ഒപ്പം തന്നെ സമാജം ഐക്യപ്പെട്ട് സമരസ്യപ്പെട്ടു പോകുന്നതിന്റെ കാര്യം അത് ഉദാഹരണ സഹിതം അയ്യങ്കാളി യജമാനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അങ്ങ് ഈ സംസാരിക്കുന്നത് വിട്ടുപോകുന്നതാണ്. നമ്മൾ തന്നെ കൂട്ടിച്ചേർക്കട്ടെ, സാഹചര്യ പരിപാലനി എന്ന് പറഞ്ഞൊരു പത്രം ആരംഭിക്കുന്ന നേരത്തെ ആ പത്രത്തിന്റെ എല്ലാവിധ കാര്യങ്ങളും ചെയ്ത് സവർണർ എന്ന് വിശേഷിപ്പിക്കുന്ന സമൂഹത്തിലുള്ള ആളുകൾ. അപ്പൊ സവർണർ അല്ല പ്രശ്നം, സവർണ ഇസം ആരെങ്കിലും പിൻപറ്റിയിട്ട് മറ്റുള്ളവരെ താഴ്ന്നു കാണുന്നു എന്നുള്ളതാണ് എന്നും സമാജം നേരിടുന്ന ഏറ്റവും വലിയൊരു ദുഃഖകരമായ കാര്യം. അതെന്തായാലും കാലക്രമം അതൊക്കെ മാറിപ്പോകും. വിദ്യാസമ്പന്നമായിട്ടുള്ള സമൂഹം വരുമ്പോൾ, ധർമ്മബോധം ഉണ്ടാകുമ്പോൾ അതൊക്കെ മാറി വരും. എന്തായാലും ഒരു കാര്യം, നമ്മൾ ഈ സ്കീമുകളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം അങ്ങ് ഈ സംഘത്തിനോട് കൂടി ബന്ധപ്പെട്ട് സംസാരിച്ചത് കൊണ്ട് നമ്മളൊരു കാര്യം അങ്ങോട്ട് ചോദിക്കുകയാണ്. നമ്മളുടെ RSSന്റെ സർസംഘ ചാലക മോഹൻ ഭഗവത്ജി പോലും പറഞ്ഞു, ജാതി ഒരു തെറ്റല്ല, അത് ജാതി വെച്ച സമുദായങ്ങൾ, ജാതി എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കില്ല, ജാതിയിൽ നമ്മൾ നരജാതിയാണ്. സമുദായങ്ങൾ വ്യത്യസ്തമാണ്, സമുദായങ്ങൾ തന്നെയാണ് ഹിന്ദു മതത്തിന്റെ ശക്തി, അത് നിലനിൽക്കുക തന്നെ വേണം, അതിൽ ഭേദബുദ്ധി ഇല്ല എന്ന് മോഹൻ ഭഗവത്ജി പറഞ്ഞതിനൊപ്പം തന്നെ ഈ SC/ST വിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന ഈ സംവരണങ്ങളും മറ്റുള്ളതും നിലനിൽക്കുക തന്നെ വേണം, അതിന് സംവരണത്തിന് വിരുദ്ധമല്ല ഞങ്ങൾ, സംവരണം വേണം എന്ന് തന്നെ മോഹൻ ഭഗവത്ജി പറയുന്നു. എന്നാൽ കോടതിയും ഈ ഇടെ ഇതുപോലെ തന്നെ മതപരിവർത്തനം നടത്തിയിട്ടുള്ള ക്രൈസ്തവ മുസ്ലിം, ഇപ്പൊ മുസ്ലിം ഒക്കെ എന്താ വെച്ചാൽ SC/ST സംവരണം വേണം എന്ന് പറയുന്ന ഒരു ഇതുമായി വന്ന വർഷം 2021-22 തോന്നുന്നു അവർ വരുന്ന സമയത്ത്, ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് എന്തായാലും വന്ന സമയത്ത് പരമോന്നത സുപ്രീം കോടതി അതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനോട് മറുപടി പറയാൻ പറഞ്ഞപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഒരു കമ്മീഷൻ, ജസ്റ്റിസ് ബാലകൃഷ്ണൻ കമ്മീഷൻ നിയോഗിക്കുകയും ആ കമ്മീഷന്റെ അന്വേഷണം നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ആ കമ്മീഷനിൽ നമുക്ക് അതൃപ്തി ഉണ്ട്. അത് നിങ്ങളുടെ സംഘടനകളുമായിട്ടൊക്കെ ചേരുന്ന ചില ആളുകൾ നമ്മൾ സൂചിപ്പിച്ചിരണം, ജസ്റ്റിസ് ബാലകൃഷ്ണൻ എന്ന് പറയുന്ന പരിവർത്തിത ക്രൈസ്തവനാണ് എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. അതുകൊണ്ട് തന്നെ ആ ഒരു നിലപാടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇത് കേട്ട വ്യക്തി പറഞ്ഞു, തീർച്ചയായിട്ടും അങ്ങനെയുണ്ടെങ്കിൽ, ബോധ്യമുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന് നമ്മൾ കൃത്യമായിട്ട് അത് അറിയിക്കണം. കാരണം അങ്ങനെ ഒരു കാര്യം അറിഞ്ഞുകൊണ്ട് മോദി സർക്കാർ ചെയ്യില്ല, എന്താണ് കാര്യം എന്ന് അറിയില്ല എന്നുള്ളത്. എന്തായാലും തീർച്ചയായിട്ടും അതൊന്നും അന്വേഷിക്കേണ്ട വിഷയം. എന്തായാലും അത്തരത്തിലൊരു കാര്യം ഈ കേന്ദ്ര ഗവൺമെന്റ് ഈ പരിവർത്തിതർക്ക്, കാരണം അയ്യങ്കാളി യജമാനാണെങ്കിലും മതപരിവർത്തനത്തിനെതിരാണ്. ഇതൊക്കെ പറയുന്ന ചണ്ടാളബാബ എല്ലാ മതങ്ങളും സർവദർശന സമഭാവന എന്ന് പറയുമ്പോൾ മതപരിവർത്തനത്തിനെതിരാണ്. മതമായി നിൽക്കട്ടെ, ഇവിടുന്ന് ആരും കൊണ്ടുപോകേണ്ടെന്നുള്ള കാഴ്ചപ്പാടുകൾ സ്വത്വവാദമാണ്. അപ്പൊ ഒന്ന് അങ്ങനെ ആ ഒരു സംവരണ വിഷയത്തിൽ അത്തരത്തിലുള്ള ഒരു കടന്നുകയറ്റത്തിലുള്ള സാധ്യത കാണുന്നു. കൂടാതെ തന്നെ ഇപ്പോ നമ്മുടെ ഈ ഒരു മാസം ഫസ്റ്റിലാണ് ഓൾറെഡി സുപ്രീം കോടതി ഈ DY ചന്ദ്രചൂഡ് അധ്യക്ഷനായിരിക്കുന്ന 7-അംഗ ബെഞ്ച് ഈ സംവരണ വിഷയത്തിൽ ഇതുപോലെ തന്നെ ക്രീമി ലെയർ SC/STയിൽ കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് സാമ്പത്തികമായിട്ടാണ് SC/STന്റെ ഈ സംവരണത്തെ എല്ലാവരും നോക്കിക്കാണുന്നത്. സത്യത്തിൽ സാമ്പത്തികമല്ല SC/STയുടെ സംവരണ വിഷയം എന്ന് നിരന്തരം നമ്മളും ഇതുമായി ബന്ധപ്പെട്ട വിവിധ രാഷ്ട്രീയ മുഖങ്ങളുള്ള SC/ST അനുഭാവികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ പറയുന്ന സർക്കാരാവട്ടെ മറ്റുള്ളവർ ഇത് സാമ്പത്തികമായി നോക്കി കാണുമ്പോൾ സാമൂഹികമായിട്ട്, ഉദാഹരണത്തിന് ഇന്നത്തെ മലയാള മനോരമ എടുത്തു കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങളുടെ അയ്യങ്കാളി യജമാന്റെ ഫോട്ടോ മനോരമയുടെ ഫ്രണ്ടിൽ ഇല്ല, എന്നാൽ ചട്ടമ്പിസ്വാമികളും നാരായണഗുരുവും ആ പത്രത്തിന്റെ ഫ്രണ്ടിലുണ്ട്. അതായത് ഇതാണ് ഈ സംവരണത്തിന്റെ വിഷയം. ഒരു ഉദാഹരണം പറഞ്ഞാൽ പത്രം മാമൻ മാപ്പിളയുടെ പത്രത്തെ കുറിച്ച് പറയല്ല, അതായത് സംവരണം ഉള്ളിടത്ത് പ്രാതിനിധ്യം ഉണ്ടാകുന്നു, സംവരണം ഇല്ലാത്തിടത്ത് പ്രാതിനിധ്യം ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ അത് കേവലം സാമ്പത്തികമല്ല. അപ്പൊ ആ വിഷയത്തിൽ നരേന്ദ്രമോദിജിന്റെ ഒരു സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പത്രത്തിൽ നമ്മൾ വായിക്കേണ്ടായത്, പട്ടിക SC/ST മോർച്ചയുടെ ആളുകളും മറ്റുള്ളവരും ചെന്നപ്പോൾ മോദിജി കൊടുത്തിരിക്കുന്ന വാക്ക് അത് കോടതിയുടെ പരാമർശമല്ലേ,
സർക്കാർ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. സർക്കാർ അതിന് ഇത്തരത്തിലൊരു കാര്യത്തിനല്ല ഒപ്പമല്ല എന്ന് പറയുന്ന പോലെ വായിച്ചു. എന്നിരുന്നാൽ പോലും ഒരു BJP പ്രതിനിധി എന്ന നിലയ്ക്ക് അങ്ങയോട് ചോദിക്കുകയാണ്, BJPയുടെ നിലപാടിൽ എന്താണ് ഈ SC/ST സംവരണവുമായി ബന്ധപ്പെട്ട് സംവരണം കൊടുക്കുന്നത്? പൊതുവെ സർക്കാരുകളൊക്കെ ഇതിനോട് എതിരാണെന്ന അഭിപ്രായം നമുക്കുണ്ട്. എന്നിരുന്നാൽ പോലും അങ്ങ് പറയണം ഇതിനെതിരാണോ? എന്താണ് SC/ST സംവരണത്തിൽ BJPയുടെ ഒരു കാഴ്ചപ്പാട് അങ്ങേക്ക് ബോധ്യമുണ്ടെന്ന് പറഞ്ഞ നന്നായി. അതായത് ഒരിക്കലും SC/ST വിഭാഗത്തിലുള്ള സംവരണത്തിന് ഭാരതീയ ജനതാ പാർട്ടിയും കേന്ദ്ര സർക്കാരും എതിരല്ല. ആദ്യം ഉണ്ടായിരുന്നത് ഒറ്റ സംവരണമായി. പിന്നീടാണ് മൈനോറിറ്റി സംവരണം വന്നു, പരിവർത്തിത ആൾക്കാർക്കുള്ളത് വന്നു. പക്ഷേ ഇപ്പോ ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതി അല്ലെങ്കിൽ കോടതികൾ ഈ ബോധപൂർവമായിട്ടോ എന്തൊക്കെയോ സമൂഹത്തിൽ ചില വിഘടനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ. അപ്പൊ അത് കണ്ടിട്ടാണ് മോഡിജി പറഞ്ഞത്, എന്താണ് അത് കോടതിയല്ലേ പറഞ്ഞത്, സർക്കാർ അതിന്റെ നയം രൂപീകരിച്ചിട്ടില്ല. കോടതികൾ പലതും പറയും, അത് ഒരു വിധിയുമല്ല, ഒരു പരാമർശമാണ്. ആ പരാമർശത്തിനെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഒരിക്കലും ഒരു സർക്കാരിന് ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിനോടൊപ്പം തന്നെ ഇന്നും എന്താ ഒന്നും ലഭിക്കാതെയുള്ള ഈ വിഭാഗത്തിലുള്ളവരുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കും. അവരെന്നും താഴെത്തട്ടി തന്നെ കടക്കാൻ പാടില്ല. അത് നമ്മുടെ രാജ്യത്തിന്റെ തന്നെ കടമയാണ്. അത് BJPയെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും സമൂഹത്തിലുള്ള എല്ലാവർക്കും ഇപ്പൊ ഒരു വീട് ഉണ്ട് എങ്കിൽ അടുത്ത അയാൾക്ക് വീണ്ടും വീട് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ വീട് കിട്ടാത്ത ഈ വിഭാഗത്തിലുള്ള ആളുടെ വീട് കിട്ടണം, അതിന് പ്രാമുഖ്യം കൊടുക്കും. അവരെന്നും താഴെത്തട്ട് വിദ്യാഭ്യാസത്തിൽ ഏറ്റവും താഴെത്തട്ടിൽ ഒന്നിലും കിട്ടുന്നില്ല എങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ടൊരു പരിഗണന വേണം, അത് സംശയമില്ല. പക്ഷെ അത് സാമ്പത്തിക സംവരണമല്ല, അന്ത്യോദയ. BJPയുടെ നയം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അന്ത്യോദയ, അടിത്തട്ടിലുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരും. അതിനു വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള ക്ഷേമ പദ്ധതികളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ അടുത്ത് ബാവാജി ചോദിക്കുന്നതിനനുസരിച്ചിട്ട് ഞാൻ ഓരോ ഇതായിട്ട് പറയാം. ഒരിക്കലും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനുള്ള സംവരണത്തെ എടുത്തു മാറ്റാൻ ഭാരതീയ ജനതാ പാർട്ടിയോ സംഘപരിവാറോ അനുകൂലിക്കില്ല. കാരണം അത് ഭരണഘടന നിബന്ധിതമായിട്ട് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഭാരതീയ ജനതാ പാർട്ടി അത് നടപ്പിലാക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധവുമാണ്. അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും മാറിക്കൊണ്ട് ഒരു സമൂഹത്തിൽ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഭാരതീയ ജനതാ പാർട്ടിയോ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരോ തയ്യാറാവില്ല. BJPയുടെ പ്രഖ്യാപിത നയം തന്നെയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന്. അതിന് സംവരണം നിലനിർത്തണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ. ചിലപ്പോ മറ്റു വിഭാഗങ്ങളുടെ സംവരണങ്ങളൊക്കെ ചിലപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ ചിലപ്പോൾ ഇപ്പോ ഏറ്റവും കൂടുതൽ പട്ടികജാതി വിഭാഗക്കാർക്ക് കിട്ടുന്നതിനേക്കാൾ സ്കോളർഷിപ്പ് കിട്ടുന്നത് മൈനോറിറ്റി വിഭാഗത്തിലുള്ളവർക്കാണ്. കേരളത്തിൽ 280 രൂപയാണ് ഒരു സ്കൂൾ കുട്ടിക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള കുട്ടിക്ക് ലഭിക്കുന്നതെങ്കിൽ മൈനോറിറ്റി വിഭാഗത്തിലുള്ള കുട്ടിക്ക് 1000 രൂപ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളിന്റെ അവര് കാറിൽ വന്ന് ഇറങ്ങിയിട്ട് 1000 രൂപ വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ ഒരു നിവൃത്തിയും ഇല്ലാത്ത, ഒരു ഗതിയും ഇല്ലാത്ത ഈ പിന്നോക്ക വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ പട്ടികജാതി വിഭാഗത്തിലുള്ള കുട്ടിക്ക് കിട്ടുന്ന 280 രൂപയാണ്. ഇത് വിവേചനമല്ല. ഇത് ചിലപ്പോ മാറ്റം ഉണ്ടായിരുന്നു വരും, അത് സ്വാഭാവികമാണ്. പക്ഷേ പട്ടികജാതി വിഭാഗം അതില് കയറിയിട്ട് പരിഗണനയേക്കാൾ കൂടുതൽ ന്യൂനപക്ഷങ്ങൾ ഇപ്പൊ പ്രത്യേകിച്ച് കേരളത്തില് അവരെന്തുകൊണ്ടോ അവര് സത്യം പറഞ്ഞാൽ അവര് ഉന്നതി കൈവരിച്ചു കഴിഞ്ഞു. എന്നിട്ടും അവർക്ക് അളവിൽ കൂടുതൽ കൊടുക്കുമ്പോൾ അതിൽ തന്നെ താഴെത്തട്ട് കിട്ടുന്നവർക്ക് കിട്ടുന്നില്ല, മേൽത്തട്ടുള്ളവർക്ക് തന്നെയാണ്. അത് ഒരിക്കലും ഒരു സാമൂഹികമായിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒരു പങ്കാളിത്തത്തിന്റെ പ്രശ്നമല്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഈ പറയുന്ന SC/ST വിഭാഗത്തിന് ഈ സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിയാൽ പോലും SC/STയോടുള്ള സമൂഹത്തിന്റെ ഒരു സമീപനത്തിന് വലിയ മാറ്റം ഉണ്ടായിട്ടില്ല. ഭരണഘടനയും അതുപോലെ തന്നെ സർക്കാരുകളും ഇവിടുത്തെ നിയമ സംവിധാനവും കണ്ണു തുറന്ന് ഇരിക്കുന്നത് കൊണ്ട് പലതും നടക്കുന്നില്ല എന്നല്ലാതെ ഇപ്പോഴും മേൽക്കോയ്മ സിദ്ധാന്തം ഒരു ഹിന്ദുമതത്തിൽ മാത്രമല്ല മറ്റുള്ളവർ കൂടി, ഇപ്പൊ ഇസ്ലാമിയങ്ങളാണെങ്കിൽ പോലും ക്രൈസ്തവരാണെങ്കിലും SC/ST വിഭാഗങ്ങളെ നോക്കി കാണുന്നത് ആ ജാതിയോട് കൂടി തന്നെയാണ്. ഇത് പണ്ട് മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ പണ്ടൊരു വേദിയിൽ പറഞ്ഞതാണ്, എന്താണ്, എനിക്ക് പ്രസിഡന്റ് ആകാൻ പറ്റിയത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഇവിടെ പട്ടികജാതിക്കാരൻ പ്രസിഡന്റ് ആയിരിക്കണം എന്ന് വന്നത് കൊണ്ടാണ് എന്നെ ഇവര് ഇങ്ങനെ ആക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമാണ്. അപ്പൊ നമ്മളായിട്ട് പറയുന്നതല്ല. അപ്പൊ അതുകൊണ്ട് അതും കൂട്ടി വായിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ പലതും
നീക്കി വെച്ചുകൊണ്ട് അതുകൂടി SC/ST വിഭാഗത്തിനൊക്കെ കൊടുത്ത് അവർക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റുള്ളതൊക്കെ ഉണ്ടായി വരേണ്ടതുണ്ട്. ഒപ്പം അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഈ ക്രീമി ലെയർ കൊണ്ടുവന്നില്ലെങ്കിൽ പോലും ആർക്കാണോ ഇതൊന്നും ലഭിക്കാത്തത്, പ്രത്യേകിച്ച് നമ്മളൊരു ധർമാചാര്യനാണ്, അതുകൊണ്ട് തന്നെ ധർമ്മം പറയാതിരിക്കാൻ പറ്റില്ല. ആർക്കാണോ ലഭിക്കാത്തത് അവർക്കത് ലഭ്യമാകുന്ന രീതിയിലുള്ള അന്വേഷണങ്ങളും അതിനുള്ള നടപടിയും ഉണ്ടാകുന്നത് സ്വാഗതാർഹമായ കാര്യമാണ്. അല്ലാണ്ട് ഒരു സാമ്പത്തിക നിലപാട് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ കാഴ്ചയോടുകൂടി SC/ST സംവരണം അട്ടിമറിച്ചു കഴിഞ്ഞാൽ അത് സത്യത്തിൽ ആ സമൂഹത്തിനോടും അംബേദ്കറിനോടും ചെയ്യുന്ന കടുത്ത അനീതിയാണ്. അവര് തുല്യത പ്രാപിച്ചു സമൂഹത്തിൽ യാതൊരു വിധത്തിലും. പത്രത്തിൽ പരസ്യം വരുമ്പോ വിവാഹം പരസ്യം കണ്ട അങ്ങേക്ക് തന്നെ അറിയാൻ പറ്റും. ആലോചനകൾ ക്ഷണിക്കുന്നു, ഹിന്ദുവിൽ ഏതുമാകാം, SC/ST വേണ്ട എന്ന് എഴുതുന്ന ആ ട്രെൻഡ് ഇന്നും നിലനിൽക്കുമ്പോൾ അതില്ലാതായിട്ടില്ല എന്ന് വസ്തുത. പിന്നെ ഇപ്പോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങേക്ക് അറിയാം, BJP ഇപ്പൊ ഒരു സ്ഥലത്ത് ഒരു കലാപങ്ങളും BJP അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പോ മണിപ്പൂരിൽ നമുക്ക് അറിയുന്നതാണ്, ഒന്നും BJP പ്ലാൻ ചെയ്ത് BJP ആസൂത്രണം ചെയ്താനുള്ള അഭിപ്രായം നമുക്കില്ല, നിങ്ങൾക്കും അറിയാം. എന്നിരുന്നാൽ പോലും ഒരു പട്ടികജാതിക്കാരനോ പട്ടികവർഗക്കാരനോ പീഡിപ്പിക്കപ്പെടുകയോ ആക്രമിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അത് ഈ പറയുന്ന ഈ സംഘപരിവാറോ അല്ലെങ്കിൽ BJP ആണെന്ന് പ്രചരിപ്പിക്കുന്ന ഒരു മാധ്യമ ഒരു വാർത്താ ചിത്രീകരണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പലരും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ചുറ്റുപാടിൽ ഇത്തരത്തിൽ ഒരു വിഷയം കൂടി BJPയുടെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ അത് സത്യത്തിൽ വലിയൊരു എന്താ പറയുക വിഷമകരമായ കാര്യമാണ്. ഇപ്പോൾ തന്നെ 2 ദിവസം മുന്നേ പട്ടികജാതി വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട സംഘടനയുടെ ആളുകളുമായിട്ടാണ് നമ്മൾ ചർച്ച വെച്ചത്. അപ്പൊ അവര് പോലും ഒരു വിഷമം പറഞ്ഞത് എന്താ വെച്ചാൽ, ആകെ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ഒരു സ്വാതന്ത്ര്യാനന്തര ആശ്വാസം ഭരണഘടനയാണ്, ഭരണഘടനാപരമായിരിക്കുന്ന കോടതിയാണ് ഒരു ആശ്വാസമെങ്കിൽ മറ്റൊന്ന് പാർലമെന്ററി സംവിധാനമാണ്. പക്ഷെ ക്രീമി ലെയറിന്റെ വിഷയം വന്നപ്പോൾ സർക്കാരിനെയും സമീപിക്കാൻ പറ്റുന്നില്ല, കോടതിയെയും സമീപിക്കാൻ പറ്റുന്നില്ല, എല്ലാവരും ഒരേ രീതിയിൽ നിൽക്കുന്നു എന്ന് പറയുന്നു. അവിടെയാണ് അങ്ങ് പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റിന്റെ സത്യത്തിൽ അതിലൊരു കാഴ്ചപ്പാടിലെ തീരുമാനം എടുത്തിട്ടില്ല എന്ന്. അതൊരു സ്വാഗതാർഹമായ കാര്യമാണ്. അപ്പൊ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അങ്ങേക്ക് കൂട്ടിച്ചേർക്കാനുണ്ട്? അപ്പൊ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഇപ്പൊ നമ്മളുടെ അഭിപ്രായം കൂടി കേട്ട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടത് കൂടി അങ്ങേക്ക് ഇതിൽ പറയാം. അതായത് വ്യക്തമായിട്ട് പട്ടികജാതി വിഭാഗത്തിന് നേരെ വരുന്ന അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അത് പലപ്പോഴും മറ്റു പല സർക്കാരുകളെയൊന്നും കാണാത്ത രീതിയിൽ ഒരു കരുതൽ നമുക്കതിൽ കാണാൻ പറ്റുന്നു. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ ആ ടൈപ്പ് അല്ലെങ്കിൽ ഇസ്ലാമിയ ഫോബിയ ബാധിച്ച ചില ആൾക്കാരുണ്ട്. അത് മാധ്യമരംഗത്തുമുണ്ട്. അവര് ഇതിനെ പല തലത്തിലോട്ട് വഴിതിരിച്ചു വിടുന്നതാണ്. പക്ഷെ നമ്മുടേതായിട്ടുള്ള ആ ഒരു ഐഡന്റിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വിഭാഗത്തിനെയും ഒന്നായി കാണുകയും അതിൽ പട്ടികജാതി വിഭാഗത്തിലുള്ളവർക്ക് വലിയ പ്രാമുഖ്യം നമ്മുടെ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ചെയ്യുന്നുണ്ട്. നിയമപരമായിട്ടുള്ള പരിരക്ഷയും വളരെയധികം കൂടുതലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങയുടെ ആ ഒരു സ്ക്രീൻ ഒന്ന് തിരിച്ചു വെച്ചാൽ നന്നായിരിക്കും. ഇപ്പൊ ഒരു എന്തായാലും അദ്ദേഹം എന്തോ ഒരു നെറ്റ് പ്രോബ്ലവുമായിട്ട് ആണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും വരും. നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുകൊണ്ട് ആ രാഷ്ട്രീയ പാർട്ടിക്ക് ചേർന്നുകൊണ്ടല്ല സംസാരിക്കുന്നത്. നമുക്ക് സമൂഹത്തിൽ നമുക്കറിയാനുള്ള ചോദ്യങ്ങൾ നമ്മൾ ഉന്നയിക്കുന്ന ഇത്തരത്തിൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കുക എന്ന രീതിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ആത്മീയാചാര്യന്മാരും മറ്റു വിഷയങ്ങളും ഒക്കെ കടന്നു വരും. അതുപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടി ആളുകളും കടന്നു, അവർക്കൊക്കെ പറയാനുള്ളതും കേൾക്കാനും കണ്ടിരുന്ന നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആള് കയറി വന്നപ്പോൾ സംഭവിച്ചു. അത് കുഴപ്പമില്ല, അത് ഫോണിലാകുമ്പോ അങ്ങനെ ഉണ്ടായിരിക്കും. എന്തായാലും അങ്ങത് പറഞ്ഞു തീർന്നിട്ടില്ലെങ്കിൽ അങ്ങേക്ക് പറയാം, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അല്ല അത് പറഞ്ഞു പൂർത്തിയായി. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് അറിയാനുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ഈ വിഷയം പോലെ തന്നെയാണ്. SC/ST വിഭാഗങ്ങൾക്ക് ഈ പറയുന്ന മോദി സർക്കാർ എന്തെല്ലാം പാക്കേജുകൾ, എന്തെല്ലാം സ്കീമുകളാണ് ഈ കഴിഞ്ഞ കാലം, ഇപ്പൊ 2 ഘട്ടം കഴിഞ്ഞു. ഒന്നാം മോദി സർക്കാർ, 2ാം മോദി സർക്കാർ, അത് എന്തെല്ലാമാണ് ചെയ്തിരുന്നേ എന്നൊന്ന് ആദ്യം ഒന്ന് അറിയാൻ താല്പര്യമുണ്ട്. എല്ലാ പദ്ധതികളും കഴിഞ്ഞ മോദി സർക്കാരിന്റെ കാലത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് അങ്ങ് ആദ്യം പറഞ്ഞാൽ നന്നായിരിക്കും. അതായത് പ്രധാനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്
ഈ സംരംഭകരെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഉള്ള പദ്ധതികൾ അദ്ദേഹത്തിന്റെ സർക്കാർ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഭവനമില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമന്ത്രി ആവാസ് യോജന വഴി അതിൽ പട്ടികജാതി വിഭാഗത്തിന് മുൻതൂക്കം, പട്ടികവർഗ വിഭാഗത്തിന് മുൻതൂക്കം കൊടുത്തിട്ടുണ്ട്, നഗരമേഖലയിലും ഗ്രാമീണ മേഖലയിലും. അതേപോലെ തന്നെ ലോണുകൾ ലഭിക്കുന്നതിൽ വ്യക്തമായിട്ട് മുദ്രാ യോജന പദ്ധതി പ്രകാരം പറഞ്ഞിട്ടുണ്ട് പട്ടികജാതി വിഭാഗത്തിനും സ്ത്രീകൾക്കും മുൻഗണന എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10 അപേക്ഷ ലഭിക്കുന്നതിൽ 3 പേര് പട്ടികജാതി വിഭാഗത്തിലുണ്ട്. ആ 3 പേർക്കും കൊടുത്തതിന് ശേഷം മാത്രമേ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടുള്ളൂ. അടുത്ത് 2 വനിതയുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തതിന് ശേഷം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്ന് വ്യക്തമായിട്ട് നിഷ്കർഷിച്ചിട്ടുണ്ട്. അപ്പോൾ പട്ടികജാതി വിഭാഗത്തിന് പ്രത്യേകമായ പരിഗണന സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും നമ്മൾ പ്രധാനമായിട്ട് കാണേണ്ടത് സ്റ്റാൻഡപ്പ് പദ്ധതിയാണ്. നമുക്കറിയാം, പഴയ കാലത്ത് 2014 മുമ്പ് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരാളിന് ഒരു സംരംഭം ആരംഭിക്കാൻ 5000 രൂപ ബാങ്കിൽ നിന്ന് ലോൺ വേണമെന്ന് പറഞ്ഞാൽ ജാമ്യം കൊടുക്കണം, അതായത് ഷുവർട്ടി കൊടുക്കണം. അതേസമയം 1 കോടി രൂപ വരെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്ക് ലോൺ അനുവദിക്കാൻ, സംരംഭം തുടങ്ങാൻ വേണ്ടി ലോൺ അനുവദിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു പദ്ധതിയാണ് സ്റ്റാൻഡപ്പ് പദ്ധതി, സ്റ്റാൻഡപ്പ് ഇന്ത്യ. 1 കോടി രൂപ വരെ ജാമ്യമില്ലാതെ പട്ടികജാതി വിഭാഗക്കാർക്ക് സംരംഭങ്ങൾ എന്റർപ്രന്യൂറാക്കി മാറ്റാൻ, കോർപ്പറേറ്റ് ആക്കി മാറ്റാൻ, അല്ലെ, സാധാരണക്കാരായ ഒരു SC വിഭാഗത്തിൽ ഒന്നുമില്ലാത്ത ഒരാളിനെ ഒരു സംരംഭകരാക്കി മാറ്റാൻ, അവർക്ക് കമ്പനി തുടങ്ങാം, കോർപ്പറേറ്റ് ആവാം, ആ സംരംഭം വിജയിപ്പിക്കാം. അപ്പോൾ അതിന് ഒരു ഈടും കൊടുക്കണ്ട. ഇത് ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ രീതിയിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഒരു സർക്കാർ ഒരു പ്രോത്സാഹനം കൊടുക്കുന്നത്. ഇത് പ്രോത്സാഹനമായിട്ട് പറയാൻ പറ്റുള്ളൂ. കാരണം ഈ പദ്ധതികളെല്ലാം ജനങ്ങളുടെ അവകാശമാണ്. അതേസമയം ആ സമയത്ത് മറ്റു വിഭാഗത്തിലുള്ളവർക്ക് 10 ലക്ഷം രൂപ വരെ മാത്രമേ മുദ്രാ യോജനയോ PMEGP പദ്ധതി വഴി അവർക്ക് ജാമ്യമില്ലാതെ ലോൺ ലഭിക്കൂ. പക്ഷെ 1 കോടി രൂപ വരെ കേന്ദ്ര സർക്കാർ ഈ രീതിയിൽ നമുക്ക് വായ്പ കൊടുക്കാൻ SC ST വിഭാഗത്തിലുള്ളവർക്ക് ഒരു ഗ്രീൻ ഫീൽഡ് എന്റർപ്രൈസ് സ്ഥാപിക്കുന്നതിന് കുറഞ്ഞത് അവർക്ക് വായ്പ എടുക്കുന്നയാളിന് ബാങ്ക് ശാഖയിൽ നിന്ന് കുറഞ്ഞത് 1 കോടി രൂപ വരെ, 10 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ ബാങ്ക് വായ്പകൾ സ്റ്റാൻഡപ്പ് സ്കീം വഴി അവർക്ക് നൽകുന്നു. ഇതിൽ ഈ ഒരു കാര്യം അങ്ങേക്ക് അറിയെങ്കിൽ പറയാം. ഈ ഒരു പ്രത്യേകിച്ച് ഈടുകൾ അല്ലെങ്കിൽ ജാമ്യം ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ എന്തിന്റെ മാനദണ്ഡത്തിലാണ് ഇവർക്ക്, നമുക്കറിയില്ല, അതുകൊണ്ടാണ് സാധാരണക്കാർക്കും അറിയുണ്ടാവില്ല. എന്തിന്റെ മാനദണ്ഡത്തിലാണ് കൊടുക്കുന്നതെന്ന് വ്യക്തമാക്കാമോ? ഫോണിൽ നിന്ന് കയറുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇതിങ്ങനെ ജാമാവും, അതിൻ്റെ ആയിരിക്കും എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തകരാകുമ്പോൾ നിരന്തരം കോളുകൾ വരും. ഒരുപാട് സാമൂഹികമായിട്ടുള്ള പ്രതിബദ്ധതയുള്ളത് കൊണ്ട് തന്നെ അതിലൊക്കെ ഇടപെടേണ്ടതുള്ളത് കൊണ്ട് എല്ലാവരും വിളിക്കും. അപ്പോൾ അത് എടുക്കുന്ന നേരത്താണ് ഇങ്ങനെ സ്റ്റക്കാവുന്നത്. എന്നിരുന്നാലും SC ST വിഭാഗത്തിലെ ആളുകൾ മനസ്സിലാക്കേണ്ടത് പല സ്കീമുകളും ഉണ്ട്. എല്ലാം ഈ പറയുന്ന പോലെ പെട്ടെന്ന് അങ്ങോട്ട് ഓടിപ്പോയാൽ കിട്ടുന്നതായിരിക്കില്ല. കാരണം വെറുതെ 10 രൂപ കിട്ടണമെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. എന്നിരുന്നാൽ പോലും അതിനൊക്കെയുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് മനസ്സിലായിക്കൊണ്ട് നമ്മൾ എപ്പോഴും ഈ സമൂഹത്തോട് പറയുന്നത് നമ്മൾ സ്വയം സംരംഭകരാകണം. തൊഴിലെടുക്കുന്നത് മോശമല്ല, എന്നാൽ എന്നും തൊഴിലാളികളായി കഴിഞ്ഞതുകൊണ്ട് നമുക്കൊരു മുന്നേറ്റം ഉണ്ടാകും തോന്നുന്നില്ല. നമുക്കും മുതലാളിമാരാകാം, പക്ഷെ നമ്മൾ പ്രയത്നിക്കണം. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി നമ്മൾ ഒരു ധാരണയോടുകൂടി നല്ല പ്രൊജക്റ്റുകൾ കണ്ടെത്തി അത് കൃത്യമായി എന്തൊക്കെ വേണ്ടെന്ന് മനസ്സിലാക്കി അതിനുള്ളതൊക്കെ കണ്ടെത്തിയതിനു ശേഷം തീരുമാനിച്ച് ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ ഈ തരത്തിലുള്ള ചില പദ്ധതികൾ, അപ്പൊ തന്നെ പറഞ്ഞ 1 കോടി രൂപ വരെ നമുക്ക് ലഭിക്കുന്ന പറയുമ്പോൾ അതിൽ ഒതുങ്ങിക്കൊണ്ട് നമുക്ക് ചെയ്തുകൊണ്ട് വളർത്താൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇനി അദ്ദേഹം പലതും പറയും. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ സംരംഭകരാകാൻ വേണ്ടിയിട്ട് SC ST വിഭാഗങ്ങൾ ശ്രമിക്കണം. നമുക്ക് വേണ്ടത് ബിസിനസ്സിലേക്ക് നമ്മൾ ഇറങ്ങുക എന്ന് തന്നെയാണ്, അല്ലാണ്ട് ഗവൺമെന്റ് ജോലി മാത്രം പ്രതീക്ഷിച്ചിരിക്കരുത്. എന്തായാലും ശരി, അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കും. അപ്പൊ നമ്മളുടെ ആ ചോദ്യം ഒന്ന് കേട്ടോന്ന് അറിയില്ല. അങ്ങ് ഈ പറഞ്ഞ പോലെ ഈ 1 കോടി രൂപ വരെ മുദ്ര ലോൺ പറഞ്ഞു, അപ്പൊ അത് ലഭിക്കണമെങ്കിൽ മുദ്രയല്ല, സ്റ്റാൻഡപ്പ് ലോൺ.
സ്റ്റാൻഡപ്പ് ലോൺ. അപ്പൊ സ്റ്റാൻഡപ്പ് ലോൺ, അപ്പൊ ഇത്തരം പദ്ധതികൾ ഇതിൽ ഈ ലീഡൊന്നും വേണ്ടാന്ന് പറയുമ്പോൾ എന്തിന്റെ മാനദണ്ഡത്തിലാണ് ഇത് കൊടുക്കുന്നതെന്ന് അറിയാൻ എല്ലാവർക്കും, നമുക്കും അറിയില്ല. അപ്പൊ എന്താ ഇത് ഒന്നുമില്ലാണ്ട് അത് അത് കൊടുക്കുമ്പോൾ കേന്ദ്ര സർക്കാരാണ് അതിന്റെ ഗ്യാരണ്ടി. അതിന് ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം എന്ന് പറഞ്ഞിട്ട് ഒരു ഇതിലോട്ട് അവരെ ഉൾപ്പെടുത്തിയിട്ടാണ് മുദ്രാ യോജനയും ഈ സ്റ്റാൻഡപ്പ് പദ്ധതിയിലും ആളുകൾക്ക് ഈ സംരംഭകർക്ക് ഈ വായ്പ ലഭിക്കുന്നത്. അപ്പോ അതില് വളരെ വ്യക്തമാണ്. കാരണം ഈ നമുക്ക് അതായത് 10 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ ആണ് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ലഭിക്കുന്നത്. അതിൽ യോഗ്യത എന്ന് പറയുന്നത് അവർ SC ST വിഭാഗക്കാരായിരിക്കണം, 18 വയസ്സ് കഴിഞ്ഞിരിക്കണം. ഇതാണ് യോഗ്യതയായിട്ട് പറയുന്നത്. അതിന് നമുക്ക് നമ്മുടെ അതിന്റെ സൈറ്റ് കയറിയിട്ട് നമുക്ക് നോക്കാൻ കഴിയും. സ്റ്റാൻഡപ്പ് മിത്ര.in ഈ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അതുവഴിയാണ് നമ്മൾ ലോണിന് അപ്ലൈ ചെയ്യുക. മുൻകാലത്ത് ബാങ്കിൽ പോകുമ്പോൾ പറയും ഇങ്ങനെ ഒരു സ്കീം ഇല്ല, നിങ്ങൾക്ക് തരില്ല എന്ന് പറയും. ഇത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു, ഇതിന് ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സമയബന്ധിതമായിട്ട് അവർക്ക് മറുപടി കൊടുക്കും. അപ്പോൾ നമ്മൾ ഓൺലൈൻ കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ രേഖയായി. ഒരു ബാങ്ക് അത് നിരസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിങ് ഓംബുഡ്സ്മാനെ, ലീഡ് ബാങ്കിനെ, ജില്ലാ കളക്ടർ, പ്രൈം മിനിസ്റ്റർക്ക് വരെ ഇതിന്റെ കോപ്പി വെച്ചിട്ട് പരാതി കൊടുക്കാൻ പറ്റും. മുമ്പാണെങ്കിൽ നമുക്ക് പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു രേഖ കാണില്ല. കാരണം ബാങ്ക് മാനേജർ നമുക്ക് അപേക്ഷ ഫാറം തരും. അപ്പൊ ഇങ്ങനെ ഈ പദ്ധതി അട്ടിമറിക്കുന്ന കണ്ടിട്ടാണ് നേരിട്ട് ഓൺലൈനായിട്ട് കൊടുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഇപ്പോൾ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതില് ഒരു സംശയം, ഇതില് സബ്സിഡി ആണോ അതോ എന്താ പറയുക, ഇതിന്റെ ആ ഒരു രീതി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയോ? ഈ ഒരു ലോൺ എടുക്കുന്ന 1 കോടി രൂപ വരെ, 1 കോടി രൂപ പറയുമ്പോൾ എന്തൊരു കൂട്ടായ പ്രവർത്തനത്തിനായിരിക്കുമല്ലോ, അല്ലാണ്ട് ഒരു വ്യക്തിക്കായിരിക്കുമല്ലോ. അപ്പൊ ഇതിനെങ്ങനെ ഒരാളിനാണ്. ഓക്കെ. അപ്പൊ ഇത് സബ്സിഡി, തിരിച്ചടവ് സംവിധാനത്തിൽ സബ്സിഡി ഉണ്ടോ മുഴുവനായിട്ട്? എങ്ങനെയാ അത് അങ്ങേക്ക് അതിന് ധാരണയുണ്ടോ? അതോ അത് ഈ സൈറ്റിൽ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ടോ? അത് സബ്സിഡി ലഭിക്കുന്നുണ്ട്. അതില് പദ്ധതി വിഹിതത്തിന്റെ 10%, പദ്ധതി വിഹിതത്തിന്റെ 10% നമ്മുടെ ഗുണഭോക്താവിന്റെ കോൺട്രിബ്യൂഷനാണ്. ബാക്കിയാണ് നമുക്ക് ലോൺ ലഭിക്കുന്നത്. അതിപ്പോ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പിക്കുന്നതിനെന്ന് പറഞ്ഞായിരിക്കുമല്ലോ പ്രോജക്റ്റ് എഴുതുന്നത്. അപ്പോ സബ്സിഡി ഉണ്ട്. ഞാനത് അപ്പൊ ഇതിനാവശ്യം അത് ഞാൻ പറയാം, ഏതാണെന്ന് ഞാൻ കൃത്യമായിട്ട് ഒന്ന് ഇത് ഞാൻ സൂചിപ്പിക്കുമ്പോഴത്തേക്ക് അത് ക്ലിയർ ആയിട്ട് വരും. അതെ, ഇതില് വോട്ടർമാരുടെ ID കാർഡ് വേണം, അത് നമ്മൾ ബാങ്കിന് സമർപ്പിക്കണം. പിന്നെ തിരിച്ചറിയൽ രേഖകൾ, ഈ കമ്പനി ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഡയറക്ടർമാരുടെ പൂർണ്ണ വിവരങ്ങൾ ഉണ്ടാവണം. പിന്നെ ബിസിനസിന്റെ മേൽവിലാസം. പിന്നെ ഒരു ബാങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ സിബിൽ സ്കോർ കുറയാൻ പാടില്ല. സിബിൽ സ്കോർ ഉണ്ട് എങ്കിൽ ഒരു വിഭാഗത്തിലുള്ളവർക്കും കിട്ടില്ല, ബാങ്ക് ലോൺ തരില്ല. പിന്നെ ഇത് ഉൽപാദന മേഖലയിൽ, വ്യാപാര മേഖലയിൽ, വ്യവസായ മേഖലയിൽ എല്ലാം തന്നെ നമുക്ക് സർവീസ് സേവന മേഖലയും ഈ സ്റ്റാൻഡപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ MSMEയുടെ രജിസ്ട്രേഷൻ ഉണ്ടാവണം. പിന്നെ ഏകദേശം 1 വർഷം വരെ ഇതിന് മൊറട്ടോറിയം ഉണ്ടാവും. 6 മാസം മുതൽ 1 വർഷം വരെ മൊറട്ടോറിയം ഉണ്ടാവും. പിന്നെ ഒരു കൂട്ട് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അതിൽ നിർബന്ധമായിട്ടും 51% ആളുകൾ SC ST വിഭാഗത്തിലുള്ളവരായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. മറ്റുള്ളവർ ചിലപ്പോൾ ഉണ്ടായിരിക്കാം, എങ്കിൽ പോലും 51% നിർബന്ധമായിട്ടും ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്ത് എല്ലാവരും കൂടെ ചേർന്നാണെങ്കിൽ ഈ പദ്ധതി ഉൾപ്പെടണമെങ്കിൽ ഇത് നിർബന്ധമാണ്. പിന്നെ അത് ഗ്രൂപ്പായിട്ടും കമ്പനിയായിട്ടും അസോസിയേഷനായിട്ടൊക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത് വരുന്നത് വ്യക്തമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ആവശ്യമായിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള വ്യക്തത ആ പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ഉണ്ടാവണം. പിന്നെ ഇത് പോർട്ടലിൽ പ്രാരംഭ രജിസ്ട്രേഷൻ പ്രക്രിയയിലൂടെയാണ് നമ്മൾ ഇത് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതിൽ ഏകദേശം ഒരു 8-10 കാര്യങ്ങൾ നമ്മളതിൽ പൂരിപ്പിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ ബിസിനസിന്റെ സ്വഭാവം, സ്ഥലത്തിന്റെ ലഭ്യത, വ്യക്തമായ ഒരു പ്രോജക്റ്റ് പ്ലാൻ, ഇതെല്ലാം വിദഗ്ധരായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലോൺ കിട്ടും.
അതിന് ഒരു മാറ്റവുമില്ല. അതിൽ അപേക്ഷ കൊടുക്കേണ്ടത് എഴുതിയെടുക്കണമെന്നുള്ളവർ എഴുതിയെടുക്കുക. സ്റ്റാൻഡപ്പ് STANDUP mitra.in ഈ സൈറ്റ് വഴിയാ നമുക്ക് ഇപ്പൊ ഇതിൽ കയറി നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കും. സിഡ്ബി, നബാർഡ് എല്ലാം തന്നെ ഈ ഓഫീസുകളെല്ലാം തന്നെ ഈ സ്റ്റാൻഡപ്പ് പദ്ധതിയുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് അങ്ങനെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള പരിശീലനം, തൊഴിലധിഷ്ഠിത പരിശീലനം നമുക്ക് നേടാനുള്ള സൗകര്യങ്ങൾ അതിൽ തരുന്നുണ്ട്. എല്ലാ വിധത്തിലുള്ള സംഗതികളും നമുക്ക് തരുന്നുണ്ട്. അതിൽ റെസിറ്റി, അതായത് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ, അതുവഴി നമുക്ക് അതിന്റെ പരിശീലനങ്ങൾ നമുക്ക് ലഭിക്കും. പിന്നെ SC/ST നാഷണൽ ഫെഡറേഷൻ, അതായത് ധനകാര്യ കോർപ്പറേഷൻ ഉണ്ട്. ഇവരുടെ എല്ലാം തന്നെ സഹായങ്ങൾ നമുക്ക് ഈ സ്റ്റാൻഡപ്പ് പദ്ധതിയിൽ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതില് ഞാനിപ്പോ മനസ്സിലാക്കുമ്പോഴത്തേക്ക് സബ്സിഡിയുടെ കാര്യം ഇതിൽ പറയുന്നില്ല. മുദ്രാ യോജന പോലെ തന്നെയാണ് സബ്സിഡി ഈ സംഗതിയിൽ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പലർക്കും എൻ്റെ അടുത്ത് തന്നെ പലരും സമീപിച്ചിരുന്നു, പട്ടികജാതി വിഭാഗത്തിലുള്ള പലരും ഈ പക്ഷെ ഒന്ന് ഇങ്ങനെ കേട്ടു പോയതിനു ശേഷം വ്യക്തമായിട്ടുള്ള ഒരു രൂപരേഖ പലപ്പോഴും അവരുടെ കയ്യിൽ ഉണ്ടാവാറ്. അപ്പോഴത്തേക്ക് ഞാൻ കുറെ ഐഡിയാസ് പറഞ്ഞു കൊടുത്തു, ഇന്ന രീതികളിലോട്ട്. പക്ഷെ അത് പിന്നീട് അവർ വന്നിട്ട് അതിന് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. പിന്നെ ഒരു ഒഴിവായിട്ട് പറയും, അന്ന് ഇത് നേരിട്ടേ കൊടുക്കാൻ പറ്റുള്ളായിരുന്നു, ആ സമയത്തൊക്കെ അത് ബാങ്ക് അത് നിരുത്സാഹപ്പെടുത്തുന്നു എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ ഇന്ന് അതിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഓൺലൈനായിട്ട് ഏതൊരാളിനും ഈ സ്റ്റാൻഡപ്പ് പദ്ധതിയിൽ നമുക്ക് ചേരാൻ കഴിയും. പിന്നെ മനസ്സിലാക്കേണ്ടത് ഇത് ലോണാണ്, നമ്മൾ തിരിച്ചടയ്ക്കേണ്ടതുണ്ട്. തിരിച്ചടച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത് വീണ്ടും നമുക്ക് ലോണുകൾ ലഭിക്കണമെന്നുണ്ടെങ്കിലും ഈ സംരംഭം, നമ്മൾ ആരംഭിച്ച സംരംഭത്തെ വളരെ പുരോഗതിയിലോട്ട് വീണ്ടും കൊണ്ടുപോകാനും അത് വലിയ വലിയ കമ്പനിയായിട്ട് മാറാനും ഒക്കെ വീണ്ടും നമുക്ക് ലോൺ ലഭിക്കും എന്നുള്ളത് ഇത് അടച്ച് തീർത്ത് കഴിഞ്ഞു. ഇതൊന്ന് ഇന്ത്യയിൽ വളരെ നല്ല രീതിയിൽ ധാരാളം ആൾക്കാർ ഈ മേഖല, ചിലപ്പോൾ കേരളത്തിൽ ഇത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതും IT സെക്ടറിലാവട്ടെ, അല്ലെങ്കിൽ വ്യവസായ മേഖലയാവട്ടെ, പോർട്ട് മേഖലയാവട്ടെ, ഇൻഡസ്ട്രിയൽ മേഖല, ഇതിൽ ഒരിടത്തും തന്നെ ഈ എത്രത്തോളം SC/ST വിഭാഗത്തിന് സ്റ്റാൻഡപ്പ് പദ്ധതിയെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നും അവർക്ക് എത്രമാത്രം ഒരു അവയർനെസ് ഉണ്ട് എന്നുള്ളത്. ഇപ്പൊ എല്ലാവരും ദളിത് സംരക്ഷണത്തെക്കുറിച്ച് പറയുമെങ്കിൽ പോലും തുടക്കത്തിൽ അങ്ങനോട് സൂചിപ്പിച്ചിരുന്നു. BJPയുടെ തന്നെ പട്ടികജാതി സംഘടനയുള്ളവർക്ക് പോലും ഇത് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയാതിരിക്കുന്ന ഒരു കാര്യമായി. പക്ഷെ എന്തൊക്കെ ഉണ്ട് പദ്ധതികളെന്ന് നോക്കി അവർക്കത് മേടിച്ചു കൊടുക്കാൻ തക്ക രീതിയിൽ കേരളത്തിലെ പട്ടികജാതി സംഘടനകൾ തയ്യാറായിരുന്നു എങ്കിൽ എന്തുമാത്രം ഇത് ദളിത് മറ്റു പല കാര്യങ്ങളും പറയുന്ന സമയത്ത് ഇവരെ കൈപിടിച്ചുയർത്താൻ വേണ്ടി ഈ സംഘടനകൾ സ്വയം ആത്മപരിശോധന നടത്തേണ്ടതാണ്. ഞാൻ എന്റെ സംഘടന ഈ പട്ടികജാതി വിഭാഗത്തിലുള്ളവർ സ്റ്റാൻഡപ്പ് പദ്ധതിയിൽ നിന്ന് ഒരാളിനെങ്കിലും ആനുകൂല്യം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടോ എന്ന് ഈ സംഘടനകൾ പുനഃപരിശോധിക്കേണ്ടതാണ്. നിങ്ങൾ എന്തുകൊണ്ട് ആ വഴിയിലോട്ട് ചിന്തിക്കുന്നില്ല? ഇന്ന് ഒരു ഫ്രണ്ട്ലി സർക്കാരാണുള്ളത്. നിയമത്തിന്റെ കാര്യങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കാം, പക്ഷെ എല്ലാ രേഖകളും നമ്മൾ സമർപ്പിക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിന് ഭൂമി വേണമെന്നില്ല സ്വന്തമായിട്ട്. അപ്പം എല്ലാവർക്കും ഒരു സുതാര്യമായ രീതിയിലാണ് ഈ സ്റ്റാൻഡപ്പ് പദ്ധതി നടപ്പിലാക്കുക. ഇനിയും നിരവധി പദ്ധതികളുണ്ട് വിദ്യാഭ്യാസ മേഖലയിലുള്ള കുട്ടികൾക്കുള്ള. ഞാൻ ആദ്യമായിട്ട് ഒരു പദ്ധതി, പലപ്പോഴും ഇത് കുറച്ചു പേർക്ക് എന്നെ ഇപ്പോൾ കേൾക്കുന്ന കുറച്ചു പേർക്ക് ഇത് അറിയാമായിരിക്കാം, എങ്കിൽ പോലും നമ്മൾ ഇതിനെ നടപ്പിലാക്കണം. ബാബാജി നേതൃത്വം കൊടുത്തുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ അങ്ങ് ആത്മീയതയിൽ പ്രവർത്തിക്കും, പക്ഷേ ആത്മീയതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭൗതിക ജീവിതക്രമത്തിൽ കൂടെ മാത്രമേ ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവരെ മുൻനിരയിലോട്ട് കൊണ്ടുവരാൻ കഴിയും. അതിന് ഒരു ആത്മീയ ഗുരുവിന്റെ നേതൃത്വം ആവശ്യമുണ്ട്. ആ ഗുരുവായിരുന്നു മഹാത്മാ അയ്യങ്കാർ. ആത്മീയതയിൽ ഉറച്ചു നിന്നുകൊണ്ട് അവരുടെ ഭൗതികമായിട്ടുള്ള ഭജൻ പാടി അതിൽ കൂടെ അവരെ ആത്മീയ ഉന്നതിയിൽ കൂടെ കൊണ്ടുവന്ന് ഭൗതികമായിട്ടും വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും ഒരു BA കാരൻ ആദ്യമായിട്ട് കൊണ്ടുവരാനെല്ലാം വേണ്ടിയിട്ട് അദ്ദേഹം ആത്മീയതയിൽ കൂടെ തന്നെയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്.
ആ പ്രവർത്തനം ഇന്ന് കേരളത്തിൽ നടത്തുന്നത് ഞാൻ മനസ്സിലാക്കിയില്ല. ഞാൻ ബാബാജിയെ നേരിട്ട് കണ്ടിട്ടുണ്ട്, എന്റെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ അനന്തപുരി ഹിന്ദു ധർമ്മ പരിഷത്തില് ആ പരിപാടിയില് അന്ന് പുസ്തകമൊക്കെ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ, അങ്ങയുടെ കൂടെ ഉണ്ടായിരുന്ന ആള് പറഞ്ഞു പിന്നെ തരാമെന്നോ. അപ്പോൾ തീർന്നു പോയി. ഞാൻ പുസ്തകം വായിക്കാൻ വേണ്ടിയിട്ട് വളരെ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ തന്നെ ഞാൻ ഇരിക്കുന്ന റൂം എന്റെ ലൈബ്രറിയാണ്. അപ്പോ പുസ്തകങ്ങൾ ഏത് കിട്ടിയാലും ആർത്തിയോടെ വായിക്കുന്ന ആളാണ്. അപ്പൊ അന്നത് എനിക്ക് അപ്പോഴേ കിട്ടാൻ കഴിഞ്ഞില്ല. അപ്പൊ എന്നെ തലയിൽ തൊട്ട് എന്താ ഈ അദ്ദേഹത്തിന്റെ ചുണ്ട് എന്റെ തലയിൽ ഇത് ചെയ്ത് അനുഗ്രഹം എനിക്ക് തന്നിട്ടുള്ളത് എനിക്കറിയാം. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ബാബാജിയുടെ പ്രസംഗം അന്ന് അവിടെ കേട്ടിരുന്നു. ഗോപാൽജിയൊക്കെ ഉണ്ടായിരുന്ന ആ ഇതിലായി. അപ്പോ ആത്മീയതയിൽ കൂടി ഭൗതികമായിട്ടുള്ള ഉന്നതി തീർച്ചയായിട്ടും അങ്ങ് നേരിട്ടല്ലെങ്കിൽ പോലും അങ്ങയുടെ ആശ്രമം വഴി അല്ലെങ്കിൽ മഠം വഴി അതില് കാര്യപ്രാപ്തിയുള്ള മോഡിജി ചെയ്യും പോലെ ഏകദേശം വലിയൊരു കിച്ചൺ ടീം അദ്ദേഹത്തിനുണ്ട്. ആ കിച്ചൺ ടീമിലെല്ലാം അതാത് മേഖലയിൽ പ്രാഗൽഭ്യമുള്ളവരെ വെച്ചുകൊണ്ട് ഈ ഒരു ഉന്നമനത്തിനും പദ്ധതികൾ, അത് സംസ്ഥാനത്തിന്റെ ആവട്ടെ കേന്ദ്രത്തിന്റെ ആവട്ടെ, ഏറ്റവും താഴെത്തട്ട് നിൽക്കുന്ന ആളുകൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് ഇത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷകരമായിട്ട് തോന്നി. കാരണം മറ്റ് ആരും തന്നെ ഇത് കേൾക്കാൻ, രാഷ്ട്രീയ മേഖലയിൽ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യാറുണ്ട്, ട്രെയിനിങ് കൊടുക്കാറുണ്ട്, അതിലേക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ധാരാളം നടത്തുന്നുണ്ട്. പക്ഷെ ഒരു മഠം അല്ലെങ്കിൽ ഒരു ആത്മീയ തലത്തിലുള്ള ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ആത്മീയ ഒരു നവോത്ഥാന നായകൻ എന്നൊക്കെ ഞാൻ ഇതിനെ കാണാൻ കഴിയുന്നു. ഇതേപടിയുള്ള പുരോഗമനപരമായിട്ടും ഇതാണ് പുരോഗമനം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം അവന്റെ ഭൗതികമായിട്ടുള്ള, സ്വാമി വിവേകാനന്ദനും പറഞ്ഞതാണല്ലോ, ഭൗതികമായിട്ടുള്ള വളർച്ച ഉണ്ടാവും. വിശക്കുന്നവന്റെ മുന്നിൽ മന്ത്രം ജപിച്ചിട്ട് ഒരു കാര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവന് ആദ്യം ഭക്ഷണം ഈശ്വരനായിട്ട് ചെല്ലുന്നതാണ്. അത് ചെയ്യുന്ന ഒരു കേരളത്തിൽ ഇന്ന് അറിയപ്പെടുന്ന ഒന്നാണ് ബാബാജി. അപ്പൊ ഞാൻ അങ്ങോട്ട് ഇതല്ല, എന്റെ ഒരു ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. കാരണം ആരെങ്കിലുമൊക്കെ ഇത് ചെയ്താൽ ഒരാളിനെങ്കിലും ഇതുവഴി അർഹതയുള്ള ഒരാളിനെ കണ്ടുപിടിച്ച് ഒരു എന്റർപ്രന്യൂറെ, ഒരു സംരംഭകനെ ഒരു കോർപ്പറേറ്റ് ആക്കി മാറ്റാൻ കഴിഞ്ഞാൽ ഇതിൽ പോലെ ഒരു ഈശ്വരീയ കാര്യം വേറൊന്നില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ ഇതാണ് സ്റ്റാൻഡപ്പ് പദ്ധതിയെ പറ്റി. നിരന്തരം അട്ടപ്പാടിയൊക്കെ സന്ദർശിക്കുമ്പോൾ നമ്മൾ അവരോട് പറയാറുള്ളത് തന്നെയാണ്, നിങ്ങൾ ഇങ്ങനെ തന്നെ പറയാം, നിങ്ങൾ ദൈവത്തെ വിളിച്ചോളൂ, പക്ഷെ ദൈവത്തെ വിളിച്ചുകൊണ്ടിരുന്നാൽ ഉന്നമനം ഉണ്ടാകില്ല. നിങ്ങൾ പ്രവർത്തനം കർമ്മം ഗുരു, ഭഗവത്ഗീത ഉപദേശിക്കുന്ന ആത്യന്തിക തത്വം കർമ്മം ഗുരു എന്ന്, നീ കർമ്മം ചെയ്യൂ എന്ന് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരണമെങ്കിൽ മറ്റൊന്നുകൊണ്ടുമാകില്ല, അദൃശ്യനായ ദൈവം നിങ്ങളെ സഹായിക്കുന്നത് ദൃശ്യമായിട്ടുള്ള പ്രവൃത്തിയിലൂടെയാണ്. നിങ്ങൾ കർമ്മം ചെയ്യും. അപ്പൊ അങ്ങയോട് ഇത് സംസാരിക്കുമ്പോഴും ഇതിങ്ങനെ ലൈവായിട്ട് വിടാണ്ട് അങ്ങയോട് അല്ലാണ്ട് ഈ സംസാരിക്കാം. പക്ഷെ എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിനൊപ്പം തന്നെ മറ്റുള്ളവർ കൂടി അറിയട്ടെ. ഒപ്പം അങ്ങ് പറഞ്ഞ പോലെ ഒരു സംവിധാനം, അങ്ങ് മോദിജിയുടെ ആ ഒരു രീതിയെ കുറിച്ച് പറഞ്ഞു, അതിനുള്ള ഒരു മുന്നൊരുക്കം നടത്തുമ്പോൾ നമ്മൾ അറിയണമല്ലോ എന്താ, എങ്ങനെയാണ്, എന്തൊക്കെയുണ്ട്, ഏതൊക്കെ രീതിയിലാണ് സർക്കാർ സംവിധാനം എന്ന് അറിയണമല്ലോ. അപ്പോ അതുകൊണ്ടാണ് രഹസ്യമായി കേൾക്കുന്നതിന് പകരം പരസ്യമായി കേൾക്കുന്നത്. അവർക്കും കേൾക്കാൻ, നമുക്കും കേൾക്കാൻ, നമുക്ക് ആകുന്നത് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് തീർച്ചയായിട്ടും അങ്ങേപ്പോലുള്ള ആളുകളുടെയൊക്കെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും അതിന്റെ കാര്യങ്ങളും ഒക്കെ അപ്പോഴും തുടർന്ന് പോകണം. തീർച്ചയായും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിട്ട് അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ. പിന്നെ ഈ ലോൺ തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആ മാനേജർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഇതിന്റെ രേഖകൾ. മറ്റൊരു പദ്ധതി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മുദ്രാ യോജന. ഇപ്പൊ സാധാരണക്കാരായ, ഇതിപ്പോ വലിയൊരു പദ്ധതിയെ പറ്റിയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. രണ്ടാമത്തത് മുദ്രാ യോജന. ഇപ്പോൾ അത് 10 ലക്ഷം രൂപ വരെ ഒരു സാധാരണക്കാരന് ഒരു ചെറിയ ഒരു കുടുംബം പുലർത്തിക്കൊണ്ടു പോകാൻ പറ്റുന്ന രീതിയിൽ ഒരു ലോൺ വേണം. അത് മുദ്രാ യോജനയാണ്. അത് 10 ലക്ഷം രൂപ വരെയാണ് ഇപ്പോൾ ജാമ്യമില്ലാതെ. അടുത്തത് 20 ലക്ഷമായിട്ട് വർദ്ധിപ്പിക്കുന്നു. ഇത് ഉൽപാദന മേഖലയിലും സേവന മേഖലയിലും ഈ 10 ലക്ഷം രൂപ വരെ ഇപ്പോൾ ലഭിക്കും. അടുത്തത് 20 ലഭിക്കും. അതിനും നമ്മുടെ ഉദ്യമി മിത്ര എന്നുള്ള പോർട്ടലിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. ബാങ്കിൽ ആദ്യം ഒന്ന് സമീപിച്ചു നോക്കുക. പലപ്പോഴും ബാങ്ക് നിരുത്സാഹപ്പെടുത്തി അയക്കും, ആളിനെയൊക്കെ നോക്കും. ഇങ്ങനെ നോക്കിയിട്ട് ആളിന്റെ മുഖം ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ലോൺ കൊടുക്കില്ല, ഇല്ല എന്ന് പറയും. ഇപ്പൊ ഇങ്ങനെ ഒരു പദ്ധതിയേ ഇല്ല എന്ന് പറയും. അതേസമയം നമ്മൾ പോയി പോർട്ടൽ ഓപ്പൺ ചെയ്യുമ്പോൾ മുദ്രായിക്ക് നമുക്ക് നേരിട്ട് കൊടുക്കാം. വ്യക്തമായിട്ടുള്ള പ്രോജക്റ്റ് റിപ്പോർട്ട് കാര്യങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് 10 ലക്ഷം രൂപ വരെ ഇപ്പോൾ നമുക്ക് ഏതൊരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് സർവീസ് മേഖല,
ഇപ്പോ ഹെയർ പർച്ചേസ്, ഹെയർ സർവീസ്, അതായത് വാടകയ്ക്ക് കൊടുക്കുന്ന ഇത്, യന്ത്രങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ചെറിയ ചെറിയ രീതിയിൽ സർവീസ് മേഖലയിൽ ചെയ്യാം. പ്രൊഡക്റ്റീവ് മേഖലയിൽ ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയണമെന്നുള്ളൂ, റെഡിമെയ്ഡ് ഗാർമെന്റ്സ് യൂണിറ്റ് അതെല്ലായിടത്തും ഉണ്ട്. പക്ഷെ അതല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതികൾ ചെയ്തുകൊണ്ട് ഏറ്റവും ആധുനികമായിട്ടുള്ള മാർക്കറ്റിംഗ് സംവിധാനം കൂടെ നമ്മൾ കണ്ടുപിടിക്കും. കാരണം ഇന്നിപ്പോ നമ്മുടെ ഒരു പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇന്നത്തെ തലമുറ ആമസോൺ, ഫ്ലിപ്പ്കാർട്ടാണ് നോക്കുക. അപ്പൊ അവരുമായിട്ടും കൂടെ ടൈപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ മാർക്കറ്റിംഗ് സിസ്റ്റത്തിലോട്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് ചെയ്ത് വയ്ക്കുന്ന ഒരു മൊബൈൽ അല്ലെങ്കിൽ അക്സസറി യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ അതെവിടെ IT മേഖലയിലാണ്, സോഫ്റ്റ്വെയർ മേഖലയിലാണ് ചെയ്യുന്നത്. ഇതിനെല്ലാം തന്നെ നമ്മൾ ഏറ്റവും ആധുനികമായിട്ടുള്ള രീതിയിൽ മാർക്കറ്റിംഗ് സംവിധാനം, ട്രഡീഷണൽ മാർക്കറ്റിംഗും വേണം, ആധുനിക മാർക്കറ്റിംഗും വേണം. ഇതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വന്നാൽ തീർച്ചയായിട്ടും സംരംഭം വിജയിക്കും. കൃത്യമായിട്ട് നമുക്ക് ലോൺ അടയ്ക്കാൻ പറ്റും. മുദ്രാ യോജനയിലും സബ്സിഡി ഇല്ല എന്നുള്ളതാണ്. സബ്സിഡി. അടുത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കാർഷിക മേഖലയിലുള്ള ഒരു 3 പദ്ധതിയെ കുറിച്ചാണ്. ഏറ്റവും കൂടുതൽ ഇന്ന് ലാഭകരവും ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കുന്നതുമായിട്ടുള്ള ഒരു മേഖലയാണ് കാർഷികം. അതിൽ മൃഗസംരക്ഷണ കാർഷികത്തിൽ വരുന്നതാണ് മൃഗസംരക്ഷണ മേഖല. മൃഗസംരക്ഷണ മേഖലയുമായിട്ട് ഇപ്പോൾ ഈ അടുത്ത കാലം നമ്മൾ പത്രം വായിച്ചിരിക്കും. പശു, ആട്, കോഴി, പന്നി ഒക്കെ വളർത്തുന്നതിന് കേന്ദ്ര സർക്കാർ 50% സബ്സിഡി കൊടുക്കും. കേരളത്തിൽ ഇതുവരെ 50 പേരാണ് അപേക്ഷ കൊടുത്തത്. അപ്പോൾ ഇതിന് സ്വന്തമായിട്ട് ഭൂമി വേണമെന്നില്ല, പക്ഷെ ഇത് വേണം. പക്ഷെ സ്വന്തമായിട്ട് ലീസിനെടുത്ത് നമുക്ക് ചെയ്യാം. പക്ഷെ ബാങ്ക് മിക്കവാറും ഈട് ചോദിക്കും. കേന്ദ്ര സർക്കാർ ഇതിൽ ചെയ്യുന്നത് സബ്സിഡി മാത്രമാണ്. ഇപ്പൊ 50 ലക്ഷം രൂപയുടെ ആട് വളർത്തൽ സ്കീമാണെങ്കിൽ 25 ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ നമുക്ക് സബ്സിഡി ആയിട്ട് തരും. അത് പന്നി വളർത്തലിനും അത് തന്നെയാണ്, കോഴി വളർത്തലിനും അത് തന്നെയാണ്. നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ വഴിയാണ്. അതിന്റെ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ഈ പദ്ധതിയെ പറ്റി കൂടുതൽ പഠിക്കാൻ പറ്റും. പക്ഷെ ഇതിൽ ഒരു വിഷയം വരുന്നത്, നമ്മുടെ മിക്കവാറും ബാങ്ക് 30 ലക്ഷം രൂപ ലോൺ തരുമ്പോൾ അവര് ഇതിന് ഈട് ചോദിക്കും. ഇത് മുദ്രയിലോ സ്റ്റാൻഡപ്പിലോ PMEGP-യിലോ വരുന്നതല്ല. പക്ഷെ വലിയ ഒരു സബ്സിഡി, പകുതി തുക നമുക്ക് അടച്ചാൽ മതി എന്നുള്ളത്, ബാക്കി പകുതി തുക കേന്ദ്ര സർക്കാർ തരും. അപ്പോൾ അതിന് നമുക്ക് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഭൂമി ഉടമകളായിട്ടൊക്കെ ധാരാളം പേരുണ്ട്. അവർക്ക് ഇതേപടി മൃഗസംരക്ഷണ മേഖലയിൽ ഈ ഒരു സംരംഭം ആരംഭിക്കണമെന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഭൂമി ഈട് വെച്ചുകൊണ്ട് നമുക്ക് ഈ സബ്സിഡി നമുക്ക് നേടിയെടുക്കാൻ. അപ്പൊ ഇത് ഈ 3 മേഖലയിലുണ്ട്. നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ വഴിയാണ് ഇത് കൊടുക്കുന്നത്. പിന്നെ മറ്റൊരു സ്കീമുണ്ട്, അത് ഇത്തിരി വലിയ പദ്ധതിയാണ്. 4 കോടി രൂപ വരെയുള്ളതാണ്. 2 കോടി രൂപ അതിൽ സബ്സിഡിയാണ്. ഇതിലും ഇത് നേരത്തെ പറഞ്ഞാലും പട്ടികജാതി വിഭാഗത്തിലുള്ള അപേക്ഷ ഉണ്ടെങ്കിൽ അവർക്ക് മുൻതൂക്കം കൊടുക്കണമെന്ന്. അടുത്ത് രാഷ്ട്രീയ ഗോകുൽ മിഷൻ വഴിയാണ് 4 കോടി രൂപയുടെ ഇൻഡിജിനസ് കൗ, നാടൻ കൗ അല്ല, പശു അല്ല, അതായത് വിദേശ ജനസ് അല്ലാത്ത ഇന്ത്യൻ, ഇപ്പൊ ജേഴ്സി, സിന്ധി, ഇതെവിടെയുള്ള കൂടുതൽ ഹൈ ഈൽഡ് പശുക്കളെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് അത് 2 കോടി രൂപ സബ്സിഡിയാണ്. 4 കോടി രൂപയാണ് പ്രോജക്റ്റ്, അത് 2 കോടി രൂപ സബ്സിഡിയാണ്. 200 പശുവിനെ വളർത്താൻ വേണ്ടിയിട്ട് അതിന്റെ പ്രജനനം, അതായത് കൂടുതൽ ഇന്ത്യൻ കൗസിനെ വ്യാപിപ്പിക്കുക എന്നുള്ള പദ്ധതിയാണ്. അത് രാഷ്ട്രീയ ഗോകുൽ മിഷനാണ്. ഇന്ന് അതിന്റെ മിനിസ്റ്റർ ആയിട്ടുള്ളത് ജോർജ് കുര്യനാണ്. അപ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ബാബാജിയൊക്കെ ആ തരത്തിൽ ആരെങ്കിലും പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നമുക്ക് 5 ഏക്കർ ഭൂമി ലീസിനുണ്ടാവണം. പക്ഷെ ഇതിനും ഈട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ബാങ്ക് സ്വാഭാവികമായിട്ടും ഇത്രയും തുക ആർക്കും കൊടുക്കാനുള്ള സാധ്യതയില്ല. അപ്പൊ ഇതാണ് മൃഗസംരക്ഷണ മേഖലയിലുള്ള ഒരു 4 പദ്ധതികൾ: ആട്, കോഴി, പശു, പന്നി വളർത്തൽ. അപ്പോൾ ഇതൊക്കെ ഇന്ന് നല്ല രീതിയിൽ ലാഭകരമായിട്ട് മറ്റു പല വിഭാഗത്തിലുള്ളവർ ഇത് കുത്തകയാക്കി കൈയടക്കി വെച്ചിരിക്കുന്നതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. ഈ നമ്മൾ പറയുന്ന, നേരത്തെ ബാബാജി പറഞ്ഞ പോലെ തന്നെ ഹിന്ദു വിഭാഗത്തിലുള്ളവർ എത്രത്തോളമൊക്കെ ഇത് ചെയ്യും. മനുഷ്യനെല്ലാം ഒന്നാണ്. അതെല്ലാം ആണെങ്കിൽ പോലും സാമ്പത്തികമായിട്ട് നമ്മുടെ എല്ലാ വിഭാഗത്തിലുള്ളവരും, പട്ടികജാതി വിഭാഗത്തിലുള്ളവരും മറ്റു ഹൈന്ദവ വിഭാഗത്തിലുള്ളവരും ഇതിനെ ഉപകാരപ്പെടുത്തി കഴിഞ്ഞാൽ അത് വലിയ ഗുണകരമായിട്ട് മാറും. ഇനി വേറൊന്നുള്ളത്,
PMEGP പദ്ധതി, അത് സബ്സിഡി ഉള്ളതാണ്. പട്ടികജാതി വിഭാഗത്തിലുള്ളവർക്ക് 35% സബ്സിഡിയാണ്. ഇതിന് ഈട് കൊടുക്കേണ്ടതില്ല. 10 ലക്ഷം രൂപ വരെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അത് 50 വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും അത് 20 ലക്ഷമായിട്ട്, എങ്കിലും 10 ലക്ഷം രൂപ വരെ ഇപ്പോഴത്തെ ഇതനുസരിച്ചിട്ട് നമുക്ക് ജാമ്യം കൊടുക്കണ്ട. 35% സബ്സിഡി. 10 ലക്ഷം രൂപ എടുത്താൽ 6,50,000 രൂപ നമ്മൾ തിരിച്ചടവ് മതി. ഇതിലും പട്ടികജാതി വിഭാഗത്തിലുള്ളവർക്ക് മുൻതൂക്കമുണ്ട്. അതിനോടൊപ്പം തന്നെ സബ്സിഡി മറ്റുള്ളവർക്ക് 15% ആണെങ്കിൽ ഇത് 35% SC ST വിഭാഗത്തിലുള്ളവർക്ക് സംവരണം ഇത് എന്താ ആനുകൂല്യം അല്ലെങ്കിൽ തിരിച്ചടവിൽ കുറവ് വരുന്നത്. ഇത് PMEG. അപ്പൊ ഞാൻ പറഞ്ഞു പോകുന്നതിൽ പട്ടികജാതി വിഭാഗത്തിന് മാത്രമായിട്ടുള്ള പദ്ധതികൾ നിരവധിയുണ്ട്. അത് പലതും വിദ്യാഭ്യാസ മേഖലയിലാണ് കൂടുതൽ. സ്റ്റാൻഡപ്പ് പദ്ധതി പോയിട്ട് പിന്നെ ഉള്ളത് ഇപ്പൊ ST വിഭാഗത്തിന് വനബന്ധു കല്യാൺ യോജന എന്ന് പറഞ്ഞിട്ട് സ്കീമുണ്ട്. അതെല്ലാം തന്നെ ബ്ലോക്ക് തലത്തിലും ഈ തലങ്ങളിലെല്ലാം നേരിട്ട് നടപ്പിലാക്കുന്നത് ഏകലവ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും. അതൊക്കെ ഞാൻ പറഞ്ഞിപ്പോ പോകേണ്ട കാര്യമില്ലാന്ന് തോന്നുന്നു. കാരണം അത് സ്വാഭാവികമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഉണ്ട് SC ST വിഭാഗത്തിന്. അതേപോലെ തന്നെ അതിൽ 75% കേന്ദ്രവും 25% സംസ്ഥാനവുമാണ് കൊടുക്കുന്നത്. പിന്നെ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഉണ്ട്. ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റീസിന് ഉൾപ്പെടെയുള്ള ആനുകൂല്യം. ഇതെല്ലാം തന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ നേരിട്ട് അപേക്ഷ കൊടുക്കേണ്ട, നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുക്കാറുണ്ട്. അതിന് ഞാനിപ്പോ പെരുപ്പിച്ച് അത് പറയേണ്ട കാര്യമില്ല. പക്ഷെ കേന്ദ്രത്തിന്റെ പദ്ധതികളാണ് എന്നുള്ളത് പറഞ്ഞു പോകാതിരിക്കാൻ കഴിയില്ല. മറ്റൊന്ന് വരുന്നത്, ഇന്ത്യയിൽ വിദ്യാർത്ഥികൾക്ക് SC ST വിഭാഗത്തിലുള്ളവർക്ക് പഠിക്കുന്നതിന് 10 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ലഭിക്കും ഇന്ത്യക്കകത്ത്. പുറത്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ 20 ലക്ഷം രൂപ വരെ നമുക്ക് വായ്പ, വിദ്യാഭ്യാസ വായ്പ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ഇത് പട്ടികജാതി വിഭാഗത്തിന് വേണ്ടി പ്രത്യേകം മാറ്റിവെച്ചിട്ടുള്ളതാണ്. അതിന് കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും കേന്ദ്ര സർക്കാർ ഇത് ചെയ്യുന്നത്. പലപ്പോഴും ബാങ്കിൽ ഇരിക്കുന്ന യജമാനന്മാർ ഇത് എല്ലാ വിഭാഗത്തും, ഒരു വിഭാഗത്തിന് മാത്രമൊന്നുമല്ല, ആര് ലോൺ എടുക്കാൻ ചെന്നാലും ശരി അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് ഇതെല്ലാം തന്നെ ഇന്ന് ഓൺലൈൻ സംവിധാനത്തിലൂടെ ഇപ്പൊ നമുക്ക് ഫോണിൽ പഠിക്കാൻ വേണ്ടിയിട്ട് കിട്ടി. അതിന്റെ രേഖകളുമായിട്ട് നമ്മൾ ഓൺലൈൻ സബ്മിറ്റ് ചെയ്യുക. അത് നിരസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. നമുക്കത് കൃത്യമായിട്ട് അതിനുള്ള മറുപടി ലഭിക്കും. ആ പദ്ധതി നമുക്ക് അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ ഇപ്പോൾ PhD ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, അതേപോലെ തന്നെ ഇതില് IIT, എയിംസിൽ പോലും മറ്റുള്ളവർക്ക് പഠിക്കാൻ ഒരു വർഷം 6,000 രൂപ ഫീസുള്ളൂ MBBSന്. നമുക്ക് സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ അതിൽ ലഭിക്കും എയ്സറിൽ പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിനൊക്കെ വേണമെങ്കിൽ ഞാൻ ഈ അടുത്ത കാലത്ത് കോഴിക്കോട് പെരിയയിൽ പോയി, സെൻട്രൽ യൂണിവേഴ്സിറ്റി. അവിടെ ഞാൻ മനസ്സിലാക്കിയത് ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ആൾക്കാർ അവരുടെ കുട്ടികളെ കൂടുതൽ ആ കോളേജ്, ആ ക്യാമ്പസിൽ അഡ്മിഷൻ നേടാൻ വേണ്ടിയിട്ട് ഓരോ മഹലിൽ കേന്ദ്രീകരിച്ച് അവര് കോച്ചിങ് കൊടുക്കണമെന്നാണ്. എന്തിനാ? അവരുടെ കുട്ടികൾക്ക് കൂടുതൽ അത് അവിടെ UGക്കും PGക്കും എല്ലാത്തിനും എൻട്രൻസിലാണല്ലോ സെൻട്രൽ യൂണിവേഴ്സിറ്റി. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ആ അന്തരീക്ഷം കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും എത്ര മറ്റ് ആൾക്കാർ ഇതിനു വേണ്ടി സഹായിക്കും. അവർ വ്യക്തമായിട്ട് ദിശ, അത് നല്ലതാണ്. അവരുടെ മേഖലയിൽ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം അവര് വെറും കച്ചവടക്കാരായിരുന്നു. ഇന്ന് അവർ വിദ്യാഭ്യാസ മേഖലയിലോട്ട് ഇങ്ങനെ ഓരോരോ കേന്ദ്രങ്ങൾ, വെറും മതബോധമല്ല അവർ കൊടുത്തത്, അവരുടെ ഭൗതികമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി കുട്ടികളെ അവർ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിന് കോച്ചിങ് കൊടുക്കും. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിഭാഗത്തിലുള്ളവരുടെ നികത്താൻ കഴിയുന്നുണ്ടോ എന്ന് പോലും ഡൗട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ആ തലത്തിൽ കൂടെ നമ്മൾ ഇതിനെല്ലാം ഉപയോഗപ്പെടുത്താൻ ഹൈ വിദ്യാഭ്യാസം, ഇന്നത്തെ കേരളത്തിലെ പാരമ്പര്യ വിദ്യാഭ്യാസം മാത്രമല്ല, അതിനപ്പുറം ഒരു വലിയ തലമുണ്ട്. അവിടെ നിന്നൊക്കെ നമ്മുടെ കുട്ടികൾ ഈ വിഭാഗത്തിലുള്ള ആൾക്കാരെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയിട്ട് വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. പിന്നെ ഇനിയും നിരവധിയായിട്ടുള്ള പദ്ധതി, ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഇതിൽ കേൾക്കുന്ന ആൾ അല്ലെങ്കിൽ താല്പര്യമുള്ളവർക്ക്
ഈ കാർഷിക മേഖലയിൽ തന്നെ യന്ത്രങ്ങൾ വാങ്ങുന്നതിന് 50% വരെ വ്യക്തിഗതമായിട്ട് സബ്സിഡി. ഇപ്പൊ ഒരു ഓയിൽ മില്ല് തുടങ്ങണം, നമുക്ക് 30 ലക്ഷം രൂപ 15 ലക്ഷം രൂപ ഓൺ ദ സ്പോട്ട് നമ്മുടെ അക്കൗണ്ടിൽ വരുമോ? അതിന് നമ്മൾ ആധാർ ഈ രേഖകൾ കൊടുത്താൽ മതി. നമുക്ക് കാർഷിക അധിഷ്ഠിതമായിട്ടുള്ള വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ, മെഷീനറികൾ വാങ്ങാൻ. അതായത് ഇപ്പൊ ഇന്ന് മാൻ പവറിനേക്കാൾ യന്ത്രവൽക്കരണമാണ്. അപ്പോൾ അത് നമുക്ക് എടുത്തിട്ട് വേണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം. ഇന്നിപ്പോ പണിക്ക് ആള് കിട്ടുന്ന ബംഗാളികളാണ് വരുന്നത്. കേരളത്തിലുള്ളവർ കുറവാണ്, കേരളത്തില് ഉള്ളവര് കുറവാണ്. അപ്പോ നമുക്ക് നമ്മുടെ ഈ വിഭാഗത്തിലുള്ള ആളുകൾക്ക് തന്നെ ഇതിനെ യന്ത്രങ്ങൾ എടുത്തിട്ട് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റും. ഹയർ സർവീസ് മേഖലയിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ കാർഷിക മേഖലയിലുള്ള യന്ത്രങ്ങൾ 50% സബ്സിഡി വ്യക്തിക്ക്. അത് ഒരു ഫാർമേഴ്സ് ക്ലബാണെങ്കിൽ, ഒരു സ്വയം സഹായ സംഘമാണെങ്കിൽ, അതേപോലെ തന്നെ ഒരു FPO ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആണെങ്കിൽ 90% വരെ സബ്സിഡി കിട്ടും. 10 ലക്ഷം രൂപയുടെ ഒരു ട്രാക്ടറാണ് വാങ്ങണമെങ്കിൽ 9 ലക്ഷം രൂപയും സബ്സിഡി കിട്ടും. ഇത് എത്ര പേര് ഉപയോഗപ്പെടുത്തുന്നു? എത്ര പേര് ഈ മേഖലയിലുള്ളവരെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു? ബാക്കി ലോൺ കിട്ടുമല്ലോ, പകുതി നമ്മൾ അടച്ചാൽ മതിയല്ലോ. ഇത് നമുക്ക് കേരളത്തിൽ തന്നെ നമുക്ക് അങ്ങനെ സംരംഭകരായിട്ട് ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ പിറവം അഗ്രോ പാർക്ക് അവിടെ നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റും. ഇനി മറ്റൊരു മേഖല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ ലഭിക്കാൻ പോകുന്നത് തുറമുഖ മേഖലയിലാണ്. എന്നെ പലരും പട്ടികജാതി വിഭാഗത്തിലുള്ള, ഇന്നിപ്പോ അവിടെ വിഴിഞ്ഞുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. അവിടെ ഒരു സമയത്ത് തുറമുഖം വേണ്ട എന്ന് പറഞ്ഞ ഒരു വിഭാഗം അവിടെ, ലോകത്തിലെ ഏറ്റവും വലിയ പോർട്ടാണ്, ഇന്ത്യയുടെ സാമ്പത്തിക, അപ്പോ അതിനെതിരായിട്ട് ഫ്രണ്ടിൽ നിന്ന് ഞാൻ ഉൾപ്പെടെയുള്ളവരായിരുന്നു അതിനെ ചെറുത്തു തോൽപ്പിച്ചത്. ആ സമരത്തിന്റെ മുന്നണിയിൽ കേരളത്തിലെ ദളിത് വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ ജനറൽ കൺവീനർ ആയിരുന്നു എങ്കിൽ പോലും ബാബാസാറിന്റെ നേതൃത്വത്തിലുള്ള കേരള പുലയർ മഹാസഭയും പ്രേമേന്ദ്ര സാറിന്റെ നേതൃത്വത്തിലുള്ള തണ്ടാൻ മഹാസഭയും എല്ലാം മുൻനിരയിൽ വന്നു നിന്ന് ആ സമരം നയിച്ചതിന്റെ ഫലമാണ് ഇന്ന് വിഴിഞ്ഞത്ത് തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനം രാജ്യദ്രോഹി ശക്തികളെ അടിച്ച് തകർത്ത് ഇന്ന് അതിന്റെ പാരമ്യതയിലെത്തിയിരിക്കുന്നു. നാം ചിന്തിക്കേണ്ടത്, ഞാൻ അമ്പൂരി പോലെയുള്ള ആദിവാസി വനവാസി മേഖലയിൽ പോയപ്പോൾ ഈ വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞു. നിങ്ങളുടെ കുട്ടികൾ ആ മേഖലയിൽ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കണം, ലോജിസ്റ്റിക് മേഖലയിൽ പഠിപ്പിക്കണം. അതേപോലെ തന്നെ സെൻട്രൽ മറൈൻ യൂണിവേഴ്സിറ്റിയിൽ എൻട്രൻസ് എഴുതി മറൈൻ എഞ്ചിനീയറിംഗ് പഠിക്കണം, ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് പഠിക്കണം, അതേപോലെ തന്നെ BSc നോട്ടിക്കൽ സയൻസ് പഠിക്കണം. ഇതിലെല്ലാം പട്ടികജാതി വിഭാഗത്തിന് സംവരണം ഉണ്ടല്ലോ. നമ്മൾ ആ മേഖലയിലോട്ട് തിരിയണം. അത് കേരളത്തിൽ തന്നെ അസാപ്പ് വഴി ഇനി ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ 17 പോർട്ടുകൾ ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ കേരളം ഇനിയിപ്പോ വളരാൻ പോകുന്നത് പോർട്ട് അധിഷ്ഠിതമായിട്ടായിരിക്കും, തുറമുഖ അധിഷ്ഠിതമായിട്ട്. പൊന്നാനി പോർട്ട് വളരാൻ പോകുന്നു, അതിന്റെ അഴീക്കൽ പോർട്ട് ഇതാവുന്നുണ്ട്, അങ്ങനെ 17 പോർട്ട് വരും. അപ്പൊ അവിടെയെല്ലാം ജോലിക്ക് ആളിന് ആവശ്യമുണ്ട്. വെറും ജോലിയല്ലല്ലോ, അവിടെ സംരംഭങ്ങൾ ആരംഭിക്കുക, എക്സ്പോർട്ടിങ് ചെയ്യാമല്ലോ. അതിന് നമുക്ക് എക്സ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് പട്ടികജാതി ഇന്നെല്ലാം പറഞ്ഞ് പൂർത്തിയാക്കാൻ കഴിയില്ല. ഈ എക്സ്പോർട്ടിംഗ് പ്രൊമോഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് 1 ലക്ഷം രൂപ വരെ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് കിട്ടും, അതിന്റെ ലൈസൻസ് കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് എക്സ്പോർട്ടിംഗ് പ്രൊമോഷൻ കൗൺസിൽ ഒന്ന് സൈറ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ എക്സ്പോർട്ടിംഗ് മേഖലയിലോട്ട് പട്ടികജാതി വിഭാഗത്തിലുള്ളവർ കടന്നു വരണം. അതിനൊരു വലിയൊരു അവസരമാണ് വിഴിഞ്ഞം തുറന്നു തരുന്നത്. അപ്പോൾ അവിടെ സമ്പത്ത് ഉണ്ടാക്കണമെങ്കിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സംരംഭകരായിട്ട് മാറാൻ നമുക്ക് കഴിയണം. വെറും അവിടുത്തെ ജീവനക്കാരെ മാത്രമായാൽ പോരാ, അവർക്ക് നിശ്ചിത ശമ്പളമാണ്. അതേസമയം എക്സ്പോർട്ട് മേഖലയിലോട്ട് കടന്നു വരാൻ കഴിയും. ഇന്ന് എത്രയോ പേര് ഗൾഫിൽ പോയി പണിയെടുക്കുന്നുണ്ട്. അവർക്ക് എക്സ്പോർട്ടിംഗ് മേഖലയിൽ വളരെ എളുപ്പമാണ്, അവിടെയുള്ള ബന്ധങ്ങൾ വെച്ചുകൊണ്ട്. അപ്പോൾ ഈ എക്സ്പോർട്ട് മേഖലയിൽ വരണം. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ജോലി ലഭിക്കാൻ പറ്റുന്ന കസ്റ്റംസ് കോഴ്സുകളുണ്ട്, അത് പാസ്സാവണം. മറൈൻ ലാ LLB മാത്രം എടുത്തിട്ട് കാര്യമില്ല, മറൈൻ ലാ അവിടെ കൈകാര്യം ചെയ്യണം. ഇനിയിപ്പോ കേരളത്തിൽ അതിന്റെ ആവശ്യം വരുന്നുണ്ട്, ഇപ്പൊ കൊച്ചിയിൽ മാത്രമാണുള്ളത്. അപ്പോൾ വലിയ ഒരു വാതായനം. അപ്പൊ ചോദിക്കും, വിഴിഞ്ഞം തുറമുഖം ഇതുമായിട്ട് എന്ത് ബന്ധം ഉണ്ട്? സാമ്പത്തികമായിട്ട് വളരണമെങ്കിൽ ഈ മേഖലയെ പറ്റി നമ്മൾ പഠിക്കണം.
അവിടെ മുദ്രാ യോജന നമ്മൾ ഉപയോഗപ്പെടുത്തണം. അവിടെ നമ്മുടെ PMVGP ഉപയോഗപ്പെടുത്തണം. പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് അത് എക്സ്പോർട്ട് ചെയ്യാൻ നമുക്ക് കഴിയണം. അടുത്ത് എന്താ പൗൾട്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് എക്സ്പോർട്ടിങ് ചെയ്യാൻ നമുക്ക് കഴിയണം. ആ രീതിയിൽ നമ്മൾ സംരംഭകരായിട്ട് വളരാനും, അല്ലാതെ എന്നും ഒരു എന്താ സ്ഥിര വരുമാനം സർക്കാരിന്റെ ശമ്പളം മതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു സമുദായവും രക്ഷപ്പെടില്ല എന്ന്. അപ്പോൾ ഈ കേരളത്തിൽ ഭാവിയിൽ വരുന്ന, അതായത് കൊച്ചിയിൽ തന്നെ നിരവധിയായിട്ടുള്ള ഷിപ്പിംഗ് കോഴ്സുകൾ അവിടെ നടത്തുന്നു. അപ്പോൾ ആ മേഖലയിൽ കുട്ടികളെ വെൽഡിംഗ് പഠിച്ചിട്ട് കാര്യമില്ല, മറൈൻ വെൽഡിംഗ് പഠിപ്പിക്കും. ഫിറ്റർ പഠിച്ചിട്ട് കാര്യമില്ല, മറൈൻ ഫിറ്റർ പഠിക്കണം. ഇപ്പൊ എന്നെ തന്നെ സമീപിക്കുന്നു, ചേട്ടാ അവിടെ ജോലി. അപ്പോ ഇപ്പൊ അവിടെ തുടങ്ങി എന്താ മറൈൻ ഫിറ്റർ കോഴ്സ് തുടങ്ങി. IT ഫിറ്റർ കഴിഞ്ഞവർക്ക് മറൈൻ പത്രത്തിലുണ്ടായിരുന്നു, ഞാൻ ഗ്രൂപ്പുകളിലെല്ലാം എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മേഖലയിൽ നമ്മൾ പഠിക്കണം. അടുത്ത നല്ല കായിക ശേഷിയുള്ളവർക്ക് എന്താണ് ലാഷർ ജോലി ചെയ്യാൻ പറ്റും, 10ാം ക്ലാസ് വഴി വിദ്യാഭ്യാസം. ലാഷർ ഈ കപ്പൽ വരുന്ന സമയത്ത് കണ്ടെയ്നറുകൾ അതിനെ സമയ സ്ഥാനങ്ങൾക്ക് അനുസരിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനെല്ലാത്തിനും തന്നെ ഇപ്പൊ തന്നെ അപ്രന്റീസ്ഷിപ്പ് കോഴ്സുകളുണ്ട്. IT കഴിഞ്ഞവർ അതിലേക്ക് വേണ്ടിയിട്ട് തയ്യാറാവണം. അപ്പോൾ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് കേന്ദ്ര പദ്ധതിയാണ്, അതിന് ഫീസ് കൊടുക്കേണ്ട കാര്യമില്ല, നമുക്ക് ഇങ്ങോട്ട് സ്കോളർഷിപ്പ് കിട്ടും. അപ്പൊ നമ്മുടെ മൈൻഡ് സെറ്റ് വിദ്യാഭ്യാസ മേഖലയിൽ പട്ടികജാതി വിഭാഗത്തിലുള്ളവർ മാറ്റിയെടുക്കാൻ, അതായത് എന്നും കരുത്തും ബലവും ബുദ്ധിയും ഉള്ള വലിയൊരു വിഭാഗമാണ് കേരളത്തിലെ പട്ടികജാതി വിഭാഗം. അതുകൊണ്ടാണല്ലോ ആദ്യം MA BA കാരനെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ആയിരക്കണക്കിന് BA കാരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞെങ്കിൽ ബുദ്ധിയില്ലാത്തത് കൊണ്ടല്ല. അപ്പോൾ കാര്യശേഷിയുള്ള ജോലിയും ഭൗതികമായിട്ടുള്ള ജോലിയും ആ മേഖലയിൽ വിജയിക്കാൻ കഴിയുന്ന വലിയൊരു സമൂഹമാണ് കേരളത്തിലെ. ഇന്ന് വിദ്യാഭ്യാസപരമായി വളരെ മുന്നോട്ട് വന്നു. പക്ഷെ ഇനി കേരളത്തിന്റെ വളർച്ചയ്ക്കനുസരിച്ചിട്ടുള്ള വിദ്യാഭ്യാസം അതിലോട്ട് നമ്മൾ തിരിച്ചുവിടണം. ഐസറിൽ പഠിക്കാൻ കുട്ടികളെ തയ്യാറാണ്, എയിംസിൽ പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. എയിംസിൽ, ലോകോത്തര നിലവാരമുള്ള എയിംസിൽ പട്ടികജാതി വിഭാഗത്തിലുള്ള കുട്ടികൾ വിദ്യാഭ്യാസം ചെയ്ത് വളർന്നു വരണം. തുറമുഖ മേഖലയിൽ അതിന്റെ നല്ല നല്ല സംരംഭകരായിട്ട് മാറണം. ഇനി നമുക്ക് പ്രതീക്ഷയുള്ളത് അവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കുമാണ്. ടെക്നോ പാർക്കിൽ ജോലി വേണമെങ്കിൽ IT മേഖലയിൽ വളരണം. അപ്പൊ അതിന് പട്ടികജാതി വിഭാഗത്തിലുള്ളവർക്ക് പഠിക്കാൻ സ്കോളർഷിപ്പ് ഉണ്ട്. എന്തുകൊണ്ട് നമ്മുടെ ഈ കോള് വന്നാൽ തോന്നുന്നുണ്ട്. എന്തായാലും ഒരുപാട് ഉയർച്ചകളിൽ എത്തണം ഈ സമൂഹത്തിന്. കാരണം സ്വന്തം കയ്യിൽ കാശില്ല, ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ, ഒന്നുമില്ലെങ്കിൽ പോലും എല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ചില പദ്ധതികൾ, സർക്കാർ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ് ബഹുമാന്യ വെങ്ങാനൂർ ഗോപകുമാർജി പറഞ്ഞു വയ്ക്കുന്നത്. അങ്ങ് പറയൂ. ഇടയ്ക്ക് കട്ടായി. അപ്പോ ഇന്ന് ഞാൻ കാണുന്നതിൽ ഈ വിഭാഗത്തിലുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്ന കുട്ടികളെ രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗപ്പെടുത്തി അവരുടെ വിദ്യാഭ്യാസത്തിന് തടയുന്നു എന്നുള്ളത് നഗ്നമായിട്ടുള്ള ഒരു സത്യമാണ്. ഇതിന് മാറ്റം വരണം. മാറ്റം വന്നാൽ കുട്ടികൾ നാളെ എയിംസിൽ പഠിക്കും. അവിടെ പോയാൽ സമരമില്ലല്ലോ, അവിടെ രാഷ്ട്രീയ പ്രവർത്തനമില്ലല്ലോ. ഈ കുട്ടി നല്ല നിലയിൽ വളർന്നു വരും. അങ്ങനെയല്ലേ APJ അബ്ദുൽ കലാമും അതേപോലെ തന്നെ നമ്മുടെ മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ബഹുമാനായിട്ടുള്ള KR നാരായണൻ, അവരെല്ലാവരും തന്നെ വളർന്നു വന്നത് ആ രീതിയിൽ. അവര് രാഷ്ട്രീയം നോക്കി എപ്പോഴാ? വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം. നമ്മളെ കൊണ്ട് ഇപ്പൊ ചെയ്യും. അതിനോടൊപ്പം പിന്നെ കേന്ദ്ര സർക്കാരിന്റെ തന്നെ ആനുകൂല്യങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളാണ് NSFDC, അതിന്റെ നാഷണൽ ഫെഡറേഷൻ ആണ്, കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ആണ്. അതേപോലെ തന്നെ ദേശീയ പട്ടികവർഗ ഹബ്ബ് സ്കീമുണ്ട്. അത് MSME സ്കീമുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്രെഡിറ്റ് ലിങ്കാണ്. അത് സബ്സിഡി ഉണ്ട് അതിന്. അത് നമ്മുടെ തൃശ്ശൂരുള്ള MSME ഡിപ്പാർട്ട്മെന്റുമായിട്ട് നമ്മളൊന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ
നാഷണൽ SC/ST ഹബ്ബ് സ്കീം. അത് നമ്മളൊന്ന് സൈറ്റിലൊന്ന് നോക്കുക. എല്ലാം പറഞ്ഞു പോകാൻ കഴിയില്ല. അതുകൊണ്ടെങ്കിൽ ഒരു വിഷയം മാത്രം 1 മണിക്കൂർ പറയേണ്ടി വരും. വ്യക്തമായിട്ട് പറഞ്ഞു പോകാം. അത് ഇനി ഒരു ദിവസം നമുക്ക് കുറെ കൂടെ വേണമെങ്കിൽ വിശാലമായിട്ട് നമുക്ക് ഇനിയും ചിന്തിക്കാൻ കഴിയുന്നു. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ചില പരിപാടികൾ കാണാം, അതെല്ലാം ആത്മീയ പരിപാടികളായി. ഈ ബാബാജിയുടെ പരിപാടി, ഇത് പക്കയായിട്ടുള്ള ഒരു എന്താണ് ഭൗതിക പരിപാടിയാണ്. അപ്പൊ നമ്മുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ബാബാജി ഇത്രയും 1.25 മണിക്കൂർ പോയി സമയം ചെലവഴിച്ചിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടാണ്. നമ്മളൊക്കെ ഇത് പറഞ്ഞിങ്ങനെ പോകുന്ന ആൾക്കാരാണ്. പക്ഷെ ബാബാജി പോലെയുള്ളവര് ഇതിനു വേണ്ടി എടുക്കുന്ന എഫർട്ട് എന്ന് പറയുന്നത് ആ സമൂഹത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ആത്മീയതയോടൊപ്പം ഭൗതികതയും വളർത്തിക്കൊണ്ടുവരിക. അപ്പോ ഇത് 25% സബ്സിഡി ഉണ്ട് MSME ലോണുകൾക്ക്. നമ്മുടെ സ്കീമിന്റെ പേര് നാഷണൽ SC/ST ഹബ്ബ് സ്കീം. അത് ക്രെഡിറ്റ് ലിങ്ക് പ്രോഗ്രാം ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു സ്കോളർഷിപ്പ് സ്കീമുകളെ കുറിച്ചൊന്നും ഞാൻ ഇനിയിപ്പോൾ അതിനെപ്പറ്റി സൂചിപ്പിക്കുന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞത് നാഷണൽ ഷെഡ്യൂൾ ട്രൈബൽ ഫൈനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, നാഷണൽ ഷെഡ്യൂൾ ട്രൈബൽ ഫൈനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഇത് പട്ടികവർഗ വിഭാഗക്കാർക്ക് വേണ്ടി ആനുകൂല്യങ്ങൾ കൊടുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയാണ്. പിന്നെ ഉള്ളത് പ്രൈം മിനിസ്റ്റർ ജനജാതീയ വികാസ് മിഷൻ, ഒരു മിഷൻ തന്നെയുണ്ട്. അപ്പൊ അതില് വനബന്ധ കല്യാൺ യോജന എല്ലാം തന്നെ അതിന്റെ കീഴിലാണ് വരുന്നത്. അപ്പോ അതിൽ നിരവധിയായിട്ടുള്ള സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നുണ്ട്, ഏകൽ വിദ്യാലയങ്ങൾ വരുന്നുണ്ട്. ഒരു കാള് കയറി വന്നു. അതിന്റെ വനബന്ധു PM ജനജാതീയ വികാസ് മിഷൻ. ഞാൻ ഇത് പറഞ്ഞു പോകുന്നതെന്ന് പറഞ്ഞാല് എന്നെ കേൾക്കുന്നതിൽ ഇതെല്ലാം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട്. നിങ്ങൾ ഇതൊന്ന് സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ പ്രോഗ്രാം നമുക്ക് നടപ്പിലാക്കാൻ കഴിയും. പിന്നെ ഒന്ന് വനബന്ധു കല്യാൺ യോജന. ഇതെല്ലാം തന്നെ വനവാസി അല്ലെങ്കിൽ പട്ടിക വർഗ ST വിഭാഗക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഈ സ്കീമുകളാണ് അതുവഴി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും ഇപ്പോ 1.25 മണിക്കൂറായി. ബാബാജി 1 മണിക്കൂറാണ് എനിക്ക് സമയം അനുവദിച്ചിരുന്നത്. 15-20 മിനിറ്റ് ഇപ്പോൾ കൂടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ചില സ്കീമുകൾ മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനിയും കേന്ദ്ര സർക്കാരിന്റെ ഒത്തിരി മേഖലകളിൽ ഇനി വേണമെങ്കിൽ ഒരു ദിവസം വിഴിഞ്ഞം അല്ലെങ്കിൽ കേരളത്തിന്റെ തന്നെ ഇന്ത്യയുടെ തന്നെ വലിയ തുറമുഖമായിട്ടുള്ള വിഴിഞ്ഞത്തിൽ വരുന്ന തൊഴിൽ സാധ്യതകളെ കുറിച്ചും അവിടെയുള്ള കോഴ്സുകളെ കുറിച്ചും നമുക്ക് ക്ലാസ് എടുക്കാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഈ വിഭാഗത്തിലുള്ളവർ അതിലോട്ട് കടന്നു വരട്ടെ. ഒരു 10 പേർക്ക് അതിന്റെ പേരിൽ ജോലി കിട്ടുകയാണെങ്കിൽ ഇതിൽ പരം നമുക്ക് ഒരു ഈശ്വരീയ കാര്യം വേറൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് സാമൂഹ്യ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും ഈശ്വരീയമായിട്ട് കാണുന്ന രീതിയിലാണ് ഞങ്ങളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു ഈശ്വരീയ പ്രവൃത്തി. നേരത്തെ പറഞ്ഞല്ലോ, കർമ്മം ചെയ്യുന്നത് ആരാധനയാണ്. വർക്ക് ഈസ് വർഷിപ്പ്. അത് തന്നെയാണ് ഭഗവത്ഗീത പറയുന്നത്. അത് നമ്മൾ 100% അല്ലെങ്കിൽ പോലും ഒരു 60% മുകളിൽ ഒരു 70 പേരെ കൊണ്ട് എത്തിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. ഫസ്റ്റ് ക്ലാസ്, എന്തായാലും ഡിസ്റ്റിങ്ഷൻ എത്തൂല. അതിന് നമ്മൾ ഈ സ്കീമുകളെ പരമാവധി ഉപയോഗപ്പെടുത്തണം. ഒരു ചെറിയ കാര്യങ്ങൾ മാത്രമാണ് എനിക്കിന്ന് സൂചിപ്പിക്കാൻ പറ്റിയിട്ടുള്ളത്. മറ്റൊരു ദിവസം നമുക്ക് സമയം സ്വാമിയുടെ ബാബാജിയുടെ അനുഗ്രഹത്തിനനുസരിച്ചിട്ട് നമുക്ക് വീണ്ടും ഇത് ചർച്ച ചെയ്യാം. ഞാൻ ഇന്ന് ഇതിന്റെ ലിങ്ക് കിട്ടിക്കഴിയുന്ന സമയത്ത് പരമാവധി ഗ്രൂപ്പുകളിൽ ഇത് എടുത്ത് ഷെയർ ചെയ്യും. കാരണം ഒരു ആത്മീയതയുടെ ആള് ഇങ്ങനത്തെ പരിപാടി നടത്തുമ്പോൾ അത് സമൂഹത്തിന് മുഴുവൻ മാതൃകയാണ്. എല്ലാ ആത്മീയ ആൾക്കാരും ഇതേപടി ചെയ്തിരുന്നുവെങ്കിൽ കേരളത്തിലെ ഹൈന്ദവ സമാജം വളരെയധികം മുന്നോട്ട് പോകുവാൻ വലിയൊരു വളർച്ച ഹൈന്ദവ സമൂഹത്തിന് കിട്ടുമായിരുന്നു. ആശ്രമങ്ങൾ കേന്ദ്രീകരിച്ച് കോച്ചിങ് ക്ലാസ്സുകൾ തുടങ്ങിയിരുന്നുവെങ്കിൽ നമ്മുടെ ഹൈന്ദവ സമുദായവും പട്ടികജാതി വിഭാഗത്തിലുള്ളവരും സദാനന്ദ സ്വാമികളൊക്കെ ചെയ്തത് അന്നത്തെ ക്രാഫ്റ്റ് സിസ്റ്റം അദ്ദേഹം ചെയ്തു. മഹാത്മാ അയ്യങ്കാളിയുമായി ചേർന്നുകൊണ്ട്
ക്രാഫ്റ്റ് ഓരോരുത്തർക്കും തൊഴിൽ പഠിപ്പിക്കാൻ വേണ്ടി അന്നത്തെ സാങ്കേതിക വിദ്യ അനുസരിച്ച്. ഇന്നത്തെ ഇതെവിടെയുള്ള സ്ഥാപനങ്ങൾ അങ്ങനെയൊക്കെ നടന്നിരുന്നുവെങ്കിൽ സമൂഹം വളരെയധികം മുന്നോട്ട് പോകുമായി. ഇന്ന് പൂർണ്ണമാക്കാമെന്ന് തോന്നുന്നു അല്ലേ സ്വാമി? കുറച്ചേ പറയാൻ പറഞ്ഞിട്ടുള്ളൂ, പറ്റിയിട്ടുള്ളൂ. സമയം കൂടുന്നത് കൊണ്ടല്ല, നമ്മൾ കുറെ പറയുമ്പോൾ ഇത്രയും പറയുമ്പോഴത്തേന് കുറച്ച് കാര്യങ്ങളാണ് സാധാരണക്കാരുടെ ശൈലിക്ക്. ആത്മീയതയിലും ഭൗതികതയിലും അങ്ങനെ തന്നെയാണ്. അങ്ങ് പറഞ്ഞത് വളരെ ഒരു ശ്രദ്ധേയമായ കാര്യം എന്താ വെച്ചാൽ നമ്മൾ നിരന്തരം പറയുന്നതാണ്. ഹൈന്ദവ സമൂഹം, നമ്മൾ മറ്റ് ക്രൈസ്തവ ഇസ്ലാമിക സമൂഹങ്ങളെ നമ്മൾ നിരന്തരം നോക്കി കാണുമ്പോൾ അവരൊരു മതപഠനം എന്നാണ് എല്ലാവരും നോക്കി കാണുന്നത്. പക്ഷെ അവിടെ മറ്റുള്ളത് നമ്മളിപ്പോ നെഗറ്റീവ് വശമല്ല പറയുന്നത്, പോസിറ്റീവ് വശമാണ്. മതപഠനം എന്നതിന്റെ ഒപ്പം തന്നെ ഭൗതികമായ വിദ്യാഭ്യാസം. ഇപ്പൊ കാന്തപുരം ഉസ്താദിന്റെ കോളേജിൽ പഠിച്ചിറങ്ങുന്നതോടൊപ്പം തന്നെ മതം പ്ലസ് അവർ അക്കാഡമിക് ആയിട്ട് LLB മറ്റുള്ളതൊക്കെ പഠിച്ചു വരികയാണ്. അതുപോലെ തന്നെ ക്രൈസ്തവ മിഷണറിമാരുടെ ക്ലാസ്സുകളായാലും ഇങ്ങനെ തന്നെയാണ്. പക്ഷെ ഹിന്ദു സമൂഹം, SC/ST മാത്രമല്ല, ഹൈന്ദവ സമൂഹത്തിന്റെ പരമ്പരാഗത വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകൾ ഇനിയും മാറേണ്ടതുണ്ട്. അത് ക്ഷേത്രങ്ങളാണെങ്കിലും ആശ്രമങ്ങളാണെങ്കിലും അവിടെയൊക്കെ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. നിരന്തരം നമ്മൾ പറയുന്നുണ്ട്. നമ്മുടെ ആശ്രമത്തിലെ ആത്യന്തികമായി നമ്മൾ കൊടുത്തിരിക്കുന്ന സന്ദേശം 4 വാക്യം എന്നുള്ളത്: ദേഹമാണ് ദേവാലയം, ആദ്യത്തെ വചനമാണ്. അടുത്തത് പ്രാണനാണ് ദൈവം, നിങ്ങളുടെ പ്രാണൻ തന്നെയാണ് നിങ്ങളുടെ ദൈവം. അടുത്തത് കർമ്മമാണ് സാധന, നിങ്ങളുടെ തൊഴിലെന്തോ അത് ആത്മാർത്ഥമായി ചെയ്യൂ, അത് തന്നെയാണ് ഈശ്വര പൂജനം. അടുത്തത് ലയമാണ് സമാധി. മുൻപറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞാൽ അതിലൂടെ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ലയം സംഭവിക്കും, അത് തന്നെയാണ് സമാധി. അതുകൊണ്ട് നിങ്ങൾ ആരാണോ നിങ്ങളായി നിങ്ങൾ മുന്നോട്ട് പോകുക എന്നാണ് നമ്മൾ പറയുന്നത്. അത് തന്നെയാണ് വേദതത്വം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിലേക്ക് എത്തുക, അതിന്റെ ഭാഗമാവുക, അതിലേക്ക് നമ്മുടെ അറിവ് നമുക്കറിഞ്ഞാലല്ലേ മക്കളോട് പറയാൻ പറ്റും. അറിയാത്തതിനെ അറിയുക എന്നുള്ളത് തന്നെയാണ് ശ്രേഷ്ഠമായ കാര്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാത്തത് അങ്ങ് പറഞ്ഞു തരുമ്പോൾ ശങ്കരാചാര്യർ പറഞ്ഞു ചണ്ടാള സദുജോസ്തു എന്ന് പറഞ്ഞ പോലെ എല്ലാവരും ഗുരു തന്നെ എന്ന് പറഞ്ഞ പോലെ ആ കാഴ്ചപ്പെടണം. ആ അർത്ഥത്തിൽ അങ്ങും നമുക്ക് ഗുരുവാകുന്നു. എന്താ വെച്ചാൽ അറിയാത്തതിനെ പറഞ്ഞു തരുന്നവരൊക്കെ ഗുരു തന്നെയാണ്. അപ്പൊ ഇത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ജന്മലക്ഷ്യത്തിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നതാണ്. ഇനി നമ്മൾ പ്രത്യേകിച്ച് ഗവൺമെന്റ് ജോലി കിട്ടിയില്ല, മറ്റത് കിട്ടിയില്ല, ഇന്നലെ ഉണ്ടായിരുന്നില്ല, മിഞ്ഞാന്ന് ഉണ്ടായിരുന്നില്ല എന്നുണ്ട് ആ കുറ്റപ്പെടുത്തലുകളല്ല. ഇനി നമുക്ക് എന്ത്, നാളേക്ക് നമുക്ക് എന്ത് മുന്നോട്ട് പോകാൻ പറ്റും, നിരന്തരം ഈ സമൂഹത്തോട് നമ്മൾ പറയുന്നതാണ്. അതുകൊണ്ട് കുറ്റപ്പെടുത്തലുകളല്ല. നമ്മൾ കുറ്റപ്പെടുത്തിയാലില്ലെങ്കിലും ഇങ്ങനെയാണ് അവരോട് പറയാ, ബ്രാഹ്മണർ അവർ മുന്നോട്ട് പോകും, നിങ്ങൾ അവരെ നോക്കണ്ട. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യൂ, അതിന് സാധ്യതകളെ കണ്ടെത്തൂ. അതുപോലെ സദാചാരനിഷ്ഠമായിട്ട് പ്രവർത്തിക്കുന്ന ഏതൊരാളുമാകട്ടെ അവരുമായി സജ്ജന സമ്പർക്കം ചെയ്യുന്നിട്ട് മുന്നോട്ട് പോകൂ എന്നാണ്. അവിടെ അങ്ങ് പറഞ്ഞ ഓരോ പദ്ധതികളും ഈ പറഞ്ഞ സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടേണ്ടതാണ്. തീർച്ചയായും നമുക്ക് ആകുന്ന വിധത്തിൽ നമുക്കിതെല്ലാം കേട്ടിട്ടുണ്ട്. വീണ്ടും കേൾക്കാനുള്ള സൗകര്യം ഉള്ളത് കൊണ്ട് തന്നെ വീണ്ടും ഇരുന്ന് കേട്ട് ഇതിനെക്കുറിച്ച് പറയും. കൂടുതൽ ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങേപ്പോലുള്ള ആളുകളുമായിട്ട് അതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലായിക്കൊണ്ട് അതിനെ എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് മുന്നോട്ട് കൊണ്ടുപോകണം. ഒപ്പം നമ്മളുടെ ഒരു ആഗ്രഹം എന്ന് എപ്പോഴും നമ്മൾ എല്ലാവരോടും ഇപ്പൊ അങ്ങയെ ക്ഷണിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന നമ്മുടെ ശിഷ്യനോടും എല്ലാവരോടും പറഞ്ഞിരിക്കുന്ന ഒരു ആഗ്രഹമാണ് ആത്മീയതയിൽ ഊന്നിയിട്ടുള്ള ഒരു ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനം. അത് സ്വത്വാധിഷ്ഠിത ആത്മീയതയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനം. ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങുന്നവർക്ക് ജോലിക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരരുത്. അടുത്ത ബിസിനസ്സും ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഭാഗം. വിദ്യാഭ്യാസം ബിസിനസ് അല്ല. വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങിയാൽ ഗവൺമെന്റ് ജോലി കൊടുത്തില്ല എന്ന് പറഞ്ഞ് റൂട്ടിലേക്ക് സമരത്തിന് ഇറങ്ങുകയല്ല. അവൻ കൃത്യമായി ഒരു സംരംഭകനോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഒരു തൊഴിൽ മേഖല കൈകാര്യം ചെയ്ത രീതിയിലേക്ക് അവനെ വളർത്തിയെടുക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം. മഹാത്മാ അയ്യങ്കാളി യജമാനൻ പറഞ്ഞ പോലെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമുണ്ട്. ഒപ്പം തന്നെ കാരണം കല്ലായ ദൈവത്തിന് കാശ് വേണ്ടാന്ന് മഹാത്മാവ് പറഞ്ഞത് ദൈവ നിഷേധമല്ല. നിങ്ങൾ ദൈവത്തിന്റെ പേര് പറഞ്ഞിങ്ങനെ പോകാതെ നിങ്ങൾ കർമ്മത്തിലേക്ക് ഇറങ്ങൂ എന്ന് തന്നെയാണ് മഹാത്മാവും പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഏക്കപ്പാട് ഈ കാലഘട്ടത്തിലാണെങ്കിൽ ഒരു ആശയവും ആഗ്രഹവുമായിട്ടാണ് നമ്മൾ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തുടർന്ന് നമുക്ക് ഈ പറഞ്ഞ ഭൗതികത ആത്മീയതയിൽ ഊന്നിയ ഭൗതിക വിദ്യാഭ്യാസത്തിന് എന്ത് ഇന്നത്തെ മോദി സർക്കാരിന് ചെയ്യാനാകും, ആ ഒരു ആഗ്രഹമുള്ള ഒരു സാധാരണ വ്യക്തി നിലയ്ക്ക് നമുക്ക് ഏത് രീതിയിലാണ് ഒരു സർക്കാർ സംവിധാനത്തിന് അതിൽ ഈ പറയുന്ന ഒരു ഇത് ചെയ്യാൻ പറ്റുക, എന്തെല്ലാം ചെയ്യാൻ പറ്റുന്ന അടുത്ത് നമുക്ക് സംസാരിക്കാം. എന്തായാലും വൈകിയ വേളയിൽ നമുക്ക് ഒത്തിരി നേരം നമ്മളുടെ ഒപ്പം ഇരുന്ന് സംസാരിച്ച് അങ്ങേക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് ഉപസംഹരിക്കാം. ഒരു സംഗതിയുടെ ഞാനത് കാർഷിക മേഖലയിൽ വിട്ടുപോയതാണ്. അതായത് 1,60,000 രൂപ വരെ പ്രധാനമന്ത്രി കിസാൻ ക്രെഡിറ്റ് കാർഡ് ബാങ്കുകളിൽ നിന്ന് ലഭിക്കും. ജാമ്യം വേണ്ട. 4% ഇൻട്രസ്റ്റ്. അത് നമുക്കിപ്പോ 2 പശു വളർത്തണം, 1,60,000 കിട്ടും. അതേസമയം 10 വാഴ വയ്ക്കാൻ വേണ്ടിയിട്ട് 1,60 കിട്ടും. 2 ആട് വാങ്ങാനും കിട്ടി. പക്ഷെ 1,60 വരെയുള്ള പദ്ധതികൾ. പക്ഷെ സ്വന്തമായിട്ട് ഭൂമി വേണം എന്നുള്ള ഒരു സംഗതിയുണ്ട്. ഇപ്പൊ 5 സെന്റ് ആണെങ്കിലും 2 പശുവിനെ വളർത്താം. ഏറ്റവും സാധാരണക്കാരന് ഏറ്റവും
താഴെത്തട്ടിലുള്ള ആളിനെ ഞാൻ കണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ അവർക്കൊരു 100 കോഴി വളർത്തണം, അതിന് നമുക്ക് ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാം. അവർക്കൊരു 10 ആട് വാങ്ങണം, അവർക്ക് ഇതിനെ ഉപയോഗിക്കാം. ഒരു ബാങ്കും നിഷേധിക്കാൻ പാടില്ല എന്നാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശം കൊടുത്തത്. അതായത് 6000 രൂപ കിസാൻ സമ്മാൻ നിധി കിട്ടുന്ന മുഴുവൻ ആൾക്കാർക്ക് നിർബന്ധമായിട്ട് ഇത് കൊടുത്തിരിക്കണോ. പക്ഷെ ബാങ്കുകൾ പലപ്പോഴും നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഇന്ന് അതിനൊക്കെ ഓൺലൈൻ സംവിധാനമുണ്ട്. അതും കൂടെ മാത്രമാണ് എനിക്ക് ഏറ്റവും ചെറിയൊരു പദ്ധതി എന്നുള്ള രീതി. നമുക്കൊരു ഓർമ്മ മറ്റൊരു കാര്യം കൂടി, ഇത് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ. കിടപ്പ് രോഗികൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ ഈ പറയുന്ന സർക്കാർ സംവിധാനം ചെയ്തുകൊണ്ട് ഇരിക്കുന്നതിലും എന്തെങ്കിലും സഹായമുണ്ടോ? പ്രത്യേകിച്ച് ഈ സ്ഥിര രോഗികൾ, ഇപ്പൊ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ വന്ന് വലയുന്ന ആളുകൾ എല്ലാ സമൂഹത്തിലുണ്ട്. എന്നിരുന്നാൽ പോലും SC/ST സമൂഹത്തിലെ ആളുകൾക്കൊന്നും ഒരു കാലത്തും ഒരു ഉയർച്ച ഉണ്ടാവുന്നില്ല. അതിനൊരു പദ്ധതി എന്തെങ്കിലും ഉണ്ടോ? അതല്ലെങ്കിൽ ആ പദ്ധതിയെ കുറിച്ച് അങ്ങേപ്പോൾ ആളുകൾ സർക്കാരുമായി സൂചിപ്പിക്കണം എന്ന് നമുക്ക് പറയാം. അതില് ഒന്ന് ഉള്ളത് കേന്ദ്ര സർക്കാരിന്റെ 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ സഹായം, ആയുഷ്മാൻ ഭാരത്. 2, അതില്ലാത്ത ആളുകളുണ്ട്. അവർക്കിപ്പോ ക്യാൻസർ പേഷ്യന്റ് ആണ്, തുടർ ചികിത്സ വേണം, നമ്മുടെ RCCയിലാണ് പോകുന്നത്, അല്ലെങ്കിൽ അത് എവിടെയുള്ള ഹോസ്പിറ്റലിൽ ചിത്രായിൽ പൈസയുടെ ആവശ്യമുണ്ട്, ഹാർട്ടിന്റെ പ്രശ്നമായിരിക്കാം. അവർക്ക് പ്രധാനമന്ത്രിയുടെ പ്രത്യേക ചികിത്സാ പദ്ധതി, അത് ഡോക്ടറാണ് ഇത്ര തുക ഇന്ന ചികിത്സയ്ക്ക് ആവശ്യമുണ്ട് എന്ന് അദ്ദേഹം എഴുതി തരും. അത് നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിലേക്ക് അയക്കും. ഒന്നുകിൽ ഏതെങ്കിലും MPA വഴി അയപ്പിക്കുക, അല്ല നമുക്ക് BJPയുടെ സ്റ്റേറ്റ് ഓഫീസ്, സുരേഷ് ഗോപി അല്ലെങ്കിൽ PT ഉഷ, ഇവർ വഴി ഏത് MP വഴിയും കൊടുത്താൽ അത് ലഭിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു പദ്ധതി കൂടെയാണ് അതിനുള്ളത്. പിന്നെ കിടപ്പ് രോഗികൾക്കായിട്ടുള്ള പിന്നെ ഉള്ളത് വാർദ്ധക്യകാല പെൻഷൻ ആ ടൈപ്പാണ്. പക്ഷെ അസുഖങ്ങൾ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ പ്രധാനമന്ത്രിയുടെ ചികിത്സാ സഹായം നമുക്ക് അഡീഷണൽ ആയിട്ട് ഉപയോഗിക്കപ്പെടും. അത് നമ്മുടെ ഡോക്ടറാണ് എഴുതി അത് അങ്ങനെ ഒരു പദ്ധതിയാണ്. അതിൽ എനിക്ക് ഇപ്പോഴറിവുള്ളത്. ഇനി ഒന്നുകൂടെ നോക്കണം, അതായത് കിടപ്പ് രോഗികൾക്ക് വേണ്ടി മറ്റെന്തുണ്ട് എന്ന്. തീർച്ചയായും എന്തായാലും 1.5 മണിക്കൂറോളം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. തുടർന്ന് നമുക്ക് ഇതുപോലെ തന്നെ കാണാൻ സംസാരിക്കണം. പ്രേക്ഷകരോടും പറയാനുള്ളത്, ഇത് എല്ലാവർക്കും ഉള്ള പല പദ്ധതികളും പണ്ട് SC/STക്ക് ഉള്ളത് പ്രത്യേകം അദ്ദേഹം എടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്നാണ്. ഇതിൽ എല്ലാവർക്കും പറ്റുന്ന പല പദ്ധതികളുണ്ട്. എന്തായാലും അതിന് വേണ്ടവണ്ണം മനസ്സിലായിക്കൊണ്ട് ഹൈന്ദവ സമൂഹം, മനവരെല്ലാവരും, എന്നിരുന്നാൽ പോലും വിശിഷ്യ ഹൈന്ദവ സമൂഹം, അതിൽ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹങ്ങൾ, അതിന്റെ കാര്യങ്ങൾ മനസ്സിലായിക്കൊണ്ട് പ്രവർത്തിക്കുക. ആ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഇതുപോലെ പറയുന്ന ആളുകൾ നമ്മളുടെ കൂട്ടത്തിൽ സാമാജിക സേവരായിട്ടുണ്ട്. സ്വയം സേവർ തന്നെയാണ് ഇവർ. സ്വയം സേവിക്കാൻ, സമൂഹത്തെ സേവിക്കാൻ വേണ്ടി സന്നദ്ധമായി ഇറങ്ങിയ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാകുന്നത് കൊണ്ട് തന്നെ അവരൊന്നും മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ആ ഒരു താല്പര്യത്തിന്റെ മഹത്വം മനസ്സിലാക്കി നമ്മൾ അവരെയൊക്കെ സമീപിച്ചുകൊണ്ട് അതിനെയൊക്കെ ഉപയോഗപ്പെടുത്തി ഉപകാരപ്രദമാക്കുമ്പോൾ നമ്മുടെ സമൂഹം ഉന്നതിയിലെത്തട്ടെ. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ, നിങ്ങൾ ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ ആർക്കും ആകില്ല, എന്നാൽ ഉറങ്ങുകയാണെങ്കിൽ ഉണർത്താനാകും. ഉണർത്താനുള്ള ഒരു ശബ്ദവും ഒരു വിളിയും ആകട്ടെ ഇതെല്ലാം. ഒപ്പം തന്നെ നിങ്ങൾ എണീക്കൂ, നിങ്ങൾ ഉയർന്നു പ്രവർത്തിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉയരാൻ പറ്റും. അപ്പൊ എന്തായാലും ഇത്രയും നേരം നമ്മൾക്കൊപ്പം നിന്ന ഇത്രയും കാര്യങ്ങൾ നമ്മളോട് പങ്കുവെച്ച ബഹുമാന്യ ശ്രീ വെങ്ങാനൂർ ഗോകുമാർജിയുടെ പ്രത്യേകം ഒരു നന്ദി പറയണം. നമസ്തേ. അപ്പോ അപ്പോ ഇനി എന്തായാലും ഈ ഒരു പ്രോഗ്രാം നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതായിട്ട് പറയുന്നതാണ്. എന്താ വെച്ചാൽ അത്രയും സമയമായി, അതുകൊണ്ട് നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. എവരെയും ആദിമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലസ്ഥാനവും കരുനീലമ്മയും മുത്തിപെറ്റ കുട്ടിച്ചാത്തന്മാരും സകല അടിമാനമക്കൾ അനുഗ്രഹിക്കട്ടെ. നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളോടൊപ്പം തന്നെയാണ്. നമസ്തേ. ഹരി നമ ചണ്ടാള രൂപായ ഗുരു ശ്രീപാദകാം പൂജയം ചണ്ടാളഹം. ജയ് ഹിന്ദ്. വന്ദേ മാതരം.